So today we will be starting with the topic brachial plexus. ലോവർ ലിംബിൽ ലംബാർ പ്ലക്സസ് പഠിച്ച എന്തെങ്കിലുമൊക്കെ ഓർമ്മയുണ്ടോ? എന്തെങ്കിലും മീൻസ് വാട്ട്സ് ദ പർപ്പസ് ഓഫ് ലംബാർ പ്ലക്സസ്? എന്താണ് പ്ലക്സസ്? എന്താണ് പ്ലക്സസ്? അറിയാമെന്നൊക്കെ പറഞ്ഞാൽ മതി. എന്നോട്ട് എക്സ്പെക്ടിങ് എ പെർഫെക്റ്റ് ആൻസർ. എന്താണ് പ്ലക്സസ് എന്ന് നിങ്ങളുടെ ഒരു കൺസെപ്റ്റ് പറഞ്ഞാൽ മതി. Okay, group of nerves which are destined for a specific function. ഈ സ്പെസിഫിക് ഫങ്ഷൻ എന്ന് പറയുന്നത് ഒരു റീജിയന് മൊത്തം സപ്ലൈ ചെയ്യുക എന്നുള്ളതാവാം, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഓർഗന് സപ്ലൈ ചെയ്യുക എന്നുള്ളതാകാം. സോ ഡിപ്പെൻഡിങ് ഓൺ ദാറ്റ് യു ഹാവ് മൾട്ടിപ്പിൾ നെർവ് പ്ലക്സസ് ഇൻ ദ റീജിയൻ ഓഫ് അപ്പർ ലിം, ലോവർ ലിം, ഓർ ഇൻ ദ അബ്ഡമൻ, ഇൻ ദ തൊറാക്സ്, റൈറ്റ്? പക്ഷേ ട്രങ്കിലുള്ള നെർവ് പ്ലക്സസുകൾ എന്ന് പറയുന്നത് ജനറലി ദേ ആർ റിലേറ്റഡ് വിത്ത് ദ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. ഈ അപ്പർ ലിമ്പിന്റെ ലോവർ ലിമ്പിന്റെ റീജിയനിലുള്ള നെർവ് പ്ലക്സസ് എന്ന് പറയുന്നത് ദേ ആർ ബേസിക്കലി പാർട്ട് ഓഫ് പെരിഫറൽ നെർവസ് സിസ്റ്റം. ഓൾസോ ദേ ക്യാരി സൊമാറ്റിക് ഇൻഫർമേഷൻ. സൊമാറ്റിക്. നിങ്ങൾ പോയ കോളേജിൽ ജനറൽ എംബ്രിയോളജി ഒക്കെ കഴിഞ്ഞോ? സ്റ്റാർട്ട് ചെയ്തോ? എന്ത് സ്റ്റാറ്റസ്? സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, നിങ്ങൾ ജനറൽ എംബ്രിയോളജി പഠിക്കുമ്പോൾ മനസ്സിലാവും വാട്ട് ആർ സൊമൈറ്റ്. സൊമൈറ്റിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ്, അതായത് സൊമൈറ്റ് എന്ന് പറയുന്ന ഒരു എംബ്രിയോളജിക്കൽ ടേം ആണ്. ഈ സൊമൈറ്റിൽ നിന്ന് യു വിൽ ഹാവ് ദ ഡെവലപ്മെന്റ് ഓഫ് dermis of skin, you have the development of muscles, then you have development of scleral tissue, that is the vertebra and ribs. ഇത്രയും സ്ട്രക്ചേഴ്സ് വരുന്നത് സൊമൈറ്റിൽ നിന്നാണ്. അപ്പോൾ ഈ സൊമൈറ്റിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സിന്റെ നെർവ് സപ്ലൈയുമായി ബന്ധപ്പെട്ട നെർവുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൊമാറ്റിക് നെർവ്സ്, റൈറ്റ്? ഒരു എന്താ പറയുക, ഒരു ഓവർ സിംപ്ലിഫൈഡ് ഡെഫിനിഷനാണ്. അത് എക്സാമിന് പോയി എഴുതാനൊന്നുമല്ല, മനസ്സിലാക്കാൻ വേണ്ടി മാത്രമായിട്ട് പറയുന്നതാണ്. അപ്പോൾ ബ്രേക്കിയൽ പ്ലക്സസ് എന്ന് പറയുന്നത് ഒരു സൊമാറ്റിക് പ്ലക്സസ് ആണ്. ശരി, വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ദിസ് ബ്രേക്കിയൽ പ്ലക്സസ്? ടു സപ്ലൈ ദ അപ്പർ ലിം. ഇപ്പോൾ നമ്മളന്ന് പെക്ടൽ റീജിയൻ എടുത്തപ്പോൾ പറഞ്ഞിരുന്നു, സ്റ്റേണൽ ആംഗിളിൻ്റെ ലെവലിൽ ഒരു ലൈൻ വരച്ചാൽ അതിന് മുകളിൽ സപ്ലൈ ചെയ്യുന്നത് C3 C4 നെർവ്സും അതിന് താഴെ സപ്ലൈ ചെയ്യുന്നത് T2 to T6 നെർവ്സും ആയിരിക്കും. അപ്പോൾ അന്ന് ഞാൻ ചോദിച്ചിരുന്നു, ഈ ഇടയ്ക്കുള്ള സെഗ്മെന്റ്സ് C5 to T1 എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് ഓഫ് നെർവ്സ് എവിടെ പോയി എന്ന് ഞാൻ ചോദിച്ചിരുന്നു. ആക്ച്വലി ദേ വെയർ എസ്കേപ്പിംഗ് ടു സപ്ലൈ ദ അപ്പർ ലിം. അപ്പോൾ ആരാണ് ഈ പ്ലക്സസ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ യു ഹാവ് C5, C6, C7, C8 ആൻഡ് T1 സ്പൈനൽ കോഡ് സെഗ്മെന്റ്സ്. അപ്പോൾ സ്പൈനൽ കോഡ് സെഗ്മെന്റ്സ് എങ്ങനെയായിരിക്കുക? നമുക്കൊരു സെൻട്രൽ കനാൽ ഉണ്ടാവും, and it will have a posterior horn, it will have an anterior horn, right? Anterior horn ഉണ്ട്, posterior horn ഉണ്ട്, right? അതിനെ സറൗണ്ട് ചെയ്തുകൊണ്ടൊരു ഔട്ട്ലൈൻ ഉണ്ടാവും. more symmetrically. Okay, so this is the anterior aspect, this is the posterior aspect of the section of spinal cord. ഈ നടുക്കുള്ള റീജിയൻ ആണ് ഗ്രേ മാറ്റർ. എന്താണ് ഗ്രേ മാറ്റർ? ഗ്രേ മാറ്റർ ഇസ് ദ കളക്ഷൻ ഓഫ് സെൽ ബോഡീസ്. എന്ത് സെൽ ബോഡീസ്? ന്യൂറോണൽ സെൽ ബോഡീസ്. ഇവിടെ കാണുന്നത്, പുറകിൽ കാണുന്നത് പോസ്റ്റീരിയർ ഹോണും മുമ്പിൽ കാണുന്നത് ആൻറ്റീരിയർ ഹോണും. ശരി, പോസ്റ്റീരിയർ ഹോണിൽ നിന്ന് യു ഹാവ് എമർജൻസ് ഓഫ് എ റൂട്ട്. ആൻറ്റീരിയർ ഹോണിൽ നിന്നും യു ഹാവ് ദ എമർജൻസ് ഓഫ് എ റൂട്ട്. ഈ ആൻറ്റീരിയർ ഹോണിൽ നിന്ന് വരുന്നതിനെ വെൻട്രൽ റൂട്ട് എന്നും പോസ്റ്റീരിയർ ഹോണിൽ നിന്ന് വരുന്നതിന് ഡോർസൽ റൂട്ട് എന്നും വിളിക്കും. രണ്ടും കൂടെ ജോയിൻ ചെയ്തുണ്ടാവുന്നതാണെന്ത്? നമ്മുടെ
ടിപ്പിക്കൽ സ്പൈനൽ നെർവ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ടിപ്പിക്കൽ സ്പൈനൽ nerve. What happens to the spinal nerve? It will pass through an opening. ആ ഓപ്പണിംഗ് എന്ന് പറയുന്നത് രണ്ട് വെർട്ടിബ്രയുടെ ഇടയിലുള്ള ഓപ്പണിംഗ് ആണ്. ആ ഓപ്പണിങ്ങിനെ വിളിക്കുന്ന പേരാണ്, നമ്മളിത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടി ക്ലാരിഫൈ വേണ്ടി പറയുന്നുള്ളതേ ഉള്ളൂ, ഇന്റർ വെർട്ടിബ്രൽ ഫൊറാമൻ. ഇന്റർവെർട്ടിബ്രൽ ഫൊറാമൻ. ഇന്റർവെർട്ടിബ്രൽ ഫൊറാമനിലൂടെ പാസ് ചെയ്യുന്ന സ്പൈനൽ നെർവ്, as soon as it passes through the intervertebral foramen, it divides into two, right? A dorsal one and a ventral one. Ventral one വിളിക്കുന്ന പേരാണ് ventral or anterior primary ramus. ഇതിനെ വിളിക്കുന്ന പേരാണ് dorsal primary ramus, right? ഈ ഡോർസൽ റൂട്ടിൽ തന്നെ നമുക്കൊരു എലവേഷൻ ഉണ്ട്. ആ എലവേഷനെ വിളിക്കുന്ന പേരാണ്, ആർക്കെങ്കിലും പറയാൻ പറ്റും എൻ്റെ പേരെന്താണെന്ന്? എനിവൺ? Okay, it is known as dorsal root ganglion, ERG, dorsal root ganglion. So this is the basic structure of a spinal nerve. സ്പൈനൽ നെർവ് എങ്ങനെ ഉണ്ടായി, സ്പൈനൽ നെർവിന് എവിടെ കൂടെ പാസ് ചെയ്തു, അതിന് എന്ത് സംഭവിച്ചു, ഇത്രയും പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണോ? യെസ്. ഇതില് ഈ വെൻട്രൽ പ്രൈമറി റാമസ്, അതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. This ventral primary ramus is going to become the root in the context of brachial plexus. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, there are 5 parts for the brachial plexus. ഏതൊക്കെയുള്ള? റൂട്ട് ഉണ്ട്, പിന്നെന്താ ഉള്ളത്? ട്രങ്ക് ഉണ്ട്, then we have divisions, then we have cords, and finally the branches. അപ്പോൾ ഇവിടെയും റൂട്ട് എന്നൊരു വാക്കുണ്ട്. അപ്പോൾ C5-ൽ നിന്ന് വരുന്ന റൂട്ട്, C6-ൽ നിന്ന് വരുന്ന റൂട്ട്, C7-ൽ നിന്ന് വരുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ അത് ഈ റൂട്ടല്ല. വി വർ ടോക്കിംഗ് അബൌട്ട് ദ വെൻട്രൽ പ്രൈമറി റാമസ് ഓഫ് ദ പർട്ടിക്കുലർ സ്പൈനൽ സെഗ്മെന്റ്. അതായത് C6-ന്റെ റൂട്ട് ഇൻ കേസ് ഓഫ് ബ്രേക്കിയൽ പ്ലെക്സസ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? വെൻട്രൽ പ്രൈമറി റാമസ് ഓഫ് C6. എന്താണ് C6? സ്പൈനൽ കോഡിന്റെ സെഗ്മെന്റുകളാണ് ഈ പറയുന്ന 5, 6, 7, 8 T1 എന്നൊക്കെ പറയുന്നത്. ശരി, പറഞ്ഞ പോയിന്റ് കൃത്യമാണോ? യെസ്. when we consider, അപ്പൊ നമ്മൾ ബ്രേക്കിയൽ പ്ലെക്സസ് ആരാ ഉണ്ടാക്കുന്നത് വെച്ചാൽ എന്ത് പറയും? വെൻട്രൽ പ്രൈമറി റാമൈ ഓഫ് C5 to T1 spinal nerves. They provide the brachial plexus, which provides motor and sensory information to the upper limb. Now, once you consider the brachial plexus, there can be multiple variations. ഇതിന്റെ ഫോർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർമേഷൻ നമ്മൾ പറഞ്ഞു C5 to T1 എന്ന് പറഞ്ഞെങ്കിലും ചില കേസിൽ some contribution from C4 also will be taking part in the brachial plexus. അങ്ങനെയുള്ള കേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രീഫിക്സ്ഡ് പ്ലെക്സസ്. അപ്പോൾ ഈ പ്രീഫിക്സ്ഡ് പ്ലെക്സസിന്റെ കേസിൽ ദ നമ്പർ ക്യാൻ ബി ഫ്രം C4 to C8. T1 ഉണ്ടാവും, പക്ഷെ T1-ൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. ഇനി ചില പ്ലെക്സസിന്റെ കേസിലാണെങ്കിൽ T1 വരെ മാത്രമല്ല T2-ന്റെ കോൺട്രിബ്യൂഷനും ഉണ്ടാവും പ്രോമിനൻ്റ് ആയിട്ട്. അതിനെ വിളിക്കുന്ന പേരാണ് പോസ്റ്റ് ഫിക്സ്ഡ് പ്ലെക്സസ്. ഈ പോസ്റ്റ് ഫിക്സ്ഡ് പ്ലെക്സസിന്റെ പ്രത്യേകത എന്താ? ഇവിടെ C5 to T2 ഉണ്ടാവും, പക്ഷെ C5-ന്റെ കോൺട്രിബ്യൂഷൻ കുറവായിരിക്കും. സോ these are become very important. These points are very important in case of a surgery. അപ്പോൾ സർജറി നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ C5 to T1 എന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ അവിടെ നോക്കിക്കഴിയുമ്പോൾ
C5 T1 ഒന്നും ആയിരിക്കത്തില്ല. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള C4 പ്രീഫിക്സ്ഡ് പ്ലക്സസ് ആണെങ്കിൽ C4 നിന്നുള്ള കോൺട്രിബ്യൂഷൻ ആയിരിക്കും. പോസ്റ്റ് ഫിക്സ്ഡ് പ്ലക്സസിൽ നിന്നായിരിക്കും ആണെങ്കിൽ T2 നിന്നുള്ള കോൺട്രിബ്യൂഷൻ ആയിരിക്കും മോർ പ്രിഡോമിനൻ്റ് ആയിട്ട് ഉണ്ടാവുക. ഞാൻ കഴിഞ്ഞ ദിവസം വരച്ച പടം നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ? ടെക്സ്റ്റ് ബുക്ക് ഒരു ആക്സസ് ഇല്ലാതിരിക്കുന്നവരൊന്ന് മെസ്സേജ് അയക്കാമോ? മെസ്സേജ് ബോക്സിൽ ടെക്സ്റ്റ് ബുക്ക് ആക്സസ് ഇല്ലെങ്കിൽ മെസ്സേജ് ബോക്സ്. ഓക്കെ, ഉള്ളവരെന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഇന്ന് 5 വരെ ഉള്ളൂ. ബാക്കിയുള്ളവർ ജോയിൻ ചെയ്യുമോ അതോ ഇവര് വിട്ടതാണോ? What about Jason and Sheikh Adil? PDF ഉണ്ടോ? ബുക്ക് ആണോ? ബുക്ക് കയ്യിലുണ്ട്. ജസ്സിന്റെ കയ്യിലുണ്ട്. ഓക്കെ ഓക്കെ. ബാക്കിയുള്ളവര് ജോയിൻ ചെയ്യുമോ? അഞ്ചു എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഓക്കെ ഓക്കെ. ശരി, കുഴപ്പമില്ല. ഓക്കെ ഫൈൻ. സോ യു ക്യാൻ ടേക്ക് ദി ചാപ്റ്റർ ഓഫ് ആക്സിൽ ആൻഡ് ഗോ ടു ദ റീജിയൻ ഓഫ് ബ്രേക്കിൽ പ്ലക്സസ്. ഞാൻ അത്ര ഉദ്ദേശിച്ചുള്ളൂ. PDF ആണെങ്കിൽ ബുക്ക് ആണെങ്കിൽ നിങ്ങൾ ആ ബ്രേക്കിൽ പ്ലക്സസിന്റെ പോർഷൻ എടുക്കുക. അവിടെ ഒരു പടം ഉണ്ടല്ലോ. ഫസ്റ്റ് ഡയഗ്രാം ഷോയിങ് ദ ഫോർമേഷൻ ഓഫ് ബ്രേക്കിൽ പ്ലക്സസ്, സെക്കൻഡ് ഡയഗ്രാം ഷോയിങ് ദ എൻറ്റയർ ബ്രേക്കിൽ പ്ലക്സസ്. അതിൻ്റെ ബ്രാഞ്ചസും എക്സാക്റ്റ് ആയിട്ടുള്ള പോയിന്റുകൾ പറഞ്ഞുകൊണ്ടുള്ള പടമുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് വരച്ച് കാണിച്ചിരുന്നു. അത് നോക്കാൻ സമയം കിട്ടിയിരുന്നോ? റൂട്ട് എങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ അതിനകത്ത് ഒത്തിരി ഡീറ്റെയിൽസോട് വീണ്ടും തിരിച്ചു പോകുന്നില്ല. പിന്നെ ജസ്റ്റ് പറഞ്ഞു പോകാം. റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട്സ് ആർ ദ ആൻറ്റീരിയർ പ്രൈമറി റാമൈ ഓഫ് ദോസ് പർട്ടിക്കുലർ സ്പൈനൽ കോഡ് സെഗ്മെന്റ്, ദാറ്റ് ഈസ് C5 to T1. ആൻഡ് എത്ര റൂട്ട് ഉണ്ടാവും ബ്രേക്കിൽ പ്ലക്സസിനപ്പോൾ? 5 റൂട്ടാണ് ഉള്ളത്. C5, C6, C7, C8 ആൻഡ് T1. വാട്ട് അബൌട്ട് ദ ട്രങ്ക്? ട്രങ്ക്സ് ആർ 3. ഏതൊക്കെയായിരുന്നു? അപ്പർ, മിഡിൽ ആൻഡ് ലോവർ. അപ്പർ, മിഡിൽ ആൻഡ് ലോവർ. അപ്പർ ട്രങ്ക് എങ്ങനെ ഉണ്ടായി? C5 and C6 join together to form upper trunk. C7 alone forms the middle trunk. C8 and T1 together forms the lower trunk. ഓർക്കുന്നുണ്ടോ? ഞാൻ വരയ്ക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളുടെ ബുക്ക് നോക്കിയാൽ മതി. എന്താ വേണ്ടേ? ബുക്ക് മതി. ഓക്കെ റൈറ്റ് ഫൈൻ. സോ what happens to this division? Trunks. ഓരോ ട്രങ്കും ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ ഡിവിഷനായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ ഡിവൈഡ് ചെയ്യുന്ന ഡിവിഷൻസ് ജോയിൻ ചെയ്തിട്ടാണ് കോഡ്സ് ഉണ്ടാവുക. സോ നമ്മൾ റൂട്ട് നോക്കിയാൽ there are 5 റൂട്ട്സ്. ട്രങ്ക് നോക്കുവാണെങ്കിൽ there are 3 trunks. ഇനി ഡിവിഷൻസ് നോക്കുവാണെങ്കിൽ ഓരോ ട്രങ്കിനും ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ ഡിവിഷൻസ്. ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ ഡിവിഷൻസ് പല രീതിയിൽ ജോയിൻ ചെയ്തും ജോയിൻ ചെയ്യാതെയും ഒക്കെ ഉണ്ടാവുന്നതാണ് കോഡ്സ്. ആൻഡ് ദീസ് കോഡ്സ് ഫൈനലി they will give rise to the branches. ക്ലിയർ ആണോ? അപ്പോൾ ഇതിൽ from the root there are certain nerves will emerge. From the trunk there are certain nerves will emerge. From the cords branches will emerge. അപ്പോൾ കോഡ്സ് വന്നിട്ട് ബ്രാഞ്ചായിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ കോഡ്സിൽ നിന്ന് മാത്രമല്ല ബ്രാഞ്ചുകൾ വരുമോ? എന്ത് ബ്രാഞ്ചിന്റെ പ്രത്യേകത? ഈ ഫൈനൽ ബ്രാഞ്ചുകളാണ് നമ്മൾ നെർവായിട്ട് നമ്മുടെ അപ്പർ ലിംബിൽ കാണുന്നത്. നിങ്ങൾ ആക്സില്ല ഡിസെക്ഷൻ ചെയ്യുമ്പോൾ യു വിൽ ബി ഐഡന്റിഫൈങ് ദ കോഡ്സ്. അപ്പോൾ നിങ്ങൾ ബുക്കിൽ നോക്കിയാൽ നമുക്കൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് കാണാൻ പറ്റും. ഡിവിഷൻസിൻ്റെ അവിടെ എഴുതിയിട്ടുണ്ട് ദേ ലൈ ബിഹൈൻഡ് ദ ക്ലാവിക്കിൾ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ക്ലാവിക്കിള് ഹൊറിസോണ്ടലായി കിടക്കുന്ന ഒരു ബോണാണ്. ആ ഹൊറിസോണ്ടലായി കിടക്കുന്ന ബോണിന്റെ മുകളിലാണ് ആര് കിടക്കുക? റൂട്ട് ആൻഡ് ട്രങ്ക്. ട്രങ്കിന്റെ ഡിവിഷൻസ് കിടക്കുന്നത് ക്ലാവിക്കിളിന്റെ പുറകിൽ. ഇനി ബാക്കിയുള്ള റീജിയൻ കോഡ്സ് ആൻഡ് ബ്രാഞ്ചസ് ആർ പ്രസന്റ്
Cords and branches are present inferior to the clavicle. അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. നമ്മൾ ശരിക്കും കുറച്ചുകൂടെ സർജിക്കലായി ചിന്തിക്കുമ്പോൾ one division is known as supraclavicular component of brachial plexus and infraclavicular component of brachial plexus. ഈ രണ്ട് ടേം വരുന്നുണ്ട്. സുപ്രാക്ലാവിക്കുലാർ എന്ന് പറഞ്ഞാൽ ക്ലാവിക്കിളിന് മുകളിലുള്ള ബ്രേക്കിയൽ പ്ലക്സസിന്റെ പാർട്ട്, ഇൻഫ്രാക്ലാവിക്കുലാർ എന്ന് പറഞ്ഞാൽ ക്ലാവിക്കിളിന് താഴെയുള്ള ബ്രേക്കിയൽ പ്ലക്സസിന്റെ പാർട്ട്. അതാണ് മീനിങ്. അപ്പോൾ ഈ സുപ്രാക്ലാവിക്കുലാറിൽ വരുന്നതാണ് ആരൊക്കെ? റൂട്ട് ആൻഡ് ട്രങ്ക് ഓഫ് ബ്രേക്കിയൽ പ്ലക്സസ്. ഇൻഫ്രാക്ലാവിക്കുലാറിൽ വരുന്നതാണ് കോഡ്സ് ആൻഡ് ബ്രാഞ്ചസ് ഓഫ് ബ്രേക്കിയൽ പ്ലക്സസ്. ക്ലാവിക്കിളിന് പുറകിലുള്ളതാണ് കോഡ്സ് ഓഫ് ഡിവിഷൻസ് ഓഫ് ബ്രേക്കിയൽ പ്ലക്സസ്. ഈ ഒരു ക്ലാസിഫിക്കേഷൻ മറന്നു വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ? നമ്മൾ ആക്സിലറി ഡിസെക്ഷൻ ചെയ്യുമ്പോൾ വി ആർ ഡിസെക്ടിങ് ദ റീജിയൻ ഇൻഫീരിയർ ടു ദ ക്ലാവിക്കിൾ. അപ്പോൾ ക്ലാവിക്കിളിന് താഴെ നമ്മൾ ഡിസെക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? കോഡ്സ് കാണും, വി വിൽ സീ ദ ബ്രാഞ്ചസ്. പറഞ്ഞ പോയിന്റ് കൃത്യമാണോ? ഓക്കെ. അപ്പൊ ഈ കോഡ്സിന്റെ പേര് നമുക്ക് എന്തോ ക്ലിയർ ആയില്ല, അങ്ങനെയാണ് പറഞ്ഞേ? ക്ലിയർ ആയി. ഓക്കെ, ഫൈൻ. സോ കോഡ്സ് കാണാൻ പറ്റും, ബ്രാഞ്ചസ് കാണാൻ പറ്റും. വാട്ട് അബൌട്ട് റൂട്ട് ആൻഡ് ട്രങ്ക്? റൂട്ടും ട്രങ്കും ആസച്ച് നമ്മൾ കാണില്ല. നമ്മൾ കാണാൻ പോകുന്നത് എന്താ? ഈ റൂട്ടിൽ നിന്ന് ചില ബ്രാഞ്ചസ് അറൈസ് ചെയ്യും, അതിനെ നമ്മൾ കാണും. ട്രങ്കിൽ നിന്ന് ചില ബ്രാഞ്ചസ് ഡയറക്റ്റായിട്ട് എമർജ് ചെയ്യും, അതിനെയും നമ്മൾ കാണും. അപ്പം നമ്മൾ ആക്സിലറി ഡിസെക്ഷൻ ചെയ്യുമ്പോൾ കാണുന്ന സാധനങ്ങൾ എന്തൊക്കെയുണ്ട്? റൂട്ടിൽ നിന്നുള്ള ബ്രാഞ്ചസ്, ട്രങ്കിൽ നിന്നുള്ള ബ്രാഞ്ചസ്, പിന്നെ കോഡ്സ് മൊത്തം കാണും, ബ്രാഞ്ചസ് മൊത്തം കാണും. ലാസ്റ്റ് ആയിട്ടുള്ള കോഡ്സിൽ നിന്നുള്ള ബ്രാഞ്ചസ് മുഴുവൻ കാണും. ഈ ഒരു ഓറിയന്റേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ വി ഗോ ടു ദ ഡയഗ്രം ഇൻ നെറ്റ്, നിങ്ങൾ കാണാൻ പോകുന്നത് എന്താ? ഇൻഫ്രാക്ലാവിക്കുലർ പോർഷനിലാണ് കാണാൻ പോകുന്നത്. ഇൻഫ്രാക്ലാവിക്കുലർ പോർഷനിൽ യു ഹാവ് ഓൾ ദീസ് നെർവ്സ്. അപ്പം ഞാൻ നിങ്ങളോട് പേരൊന്ന് ജസ്റ്റ് നോക്കാൻ പറഞ്ഞിരുന്നു. അത് ഞാൻ ഫുള്ളോടെ എഴുതാനൊന്നും ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾക്ക് ബുക്ക് ഉണ്ടായതുകൊണ്ട് നമ്മൾ സമയം സേവ് ചെയ്യാം. അപ്പോൾ റൂട്ടിൽ നിന്ന് ഏതൊക്കെ ബ്രാഞ്ചുകളാണ് എറൈസ് ചെയ്യുക? മെയിനായിട്ട് യു ഹാവ് റൂട്ടിൽ നിന്നുള്ള ബ്രാഞ്ചസ്. ദിസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്, കാരണം ഇത് വളരെ കുറച്ചേ ഉള്ളതുകൊണ്ട് നിങ്ങളുടെ MCQ എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. സോ ഫസ്റ്റ് നെർവ് ഈസ് ലോങ് thoracic nerve. Long thoracic nerve. Long thoracic nerve is the nerve supplying serratus anterior. Serratus anterior നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അതിന് സപ്ലൈ ചെയ്യുന്ന നെർവാണ് ലോങ് thoracic nerve. അടുത്ത റൂട്ടിൽ നിന്നുള്ള നെർവാണ് dorsal scapular nerve. ഈ ഡോർസൽ സ്കാപ്പുലർ നെർവ് നമ്മൾ സപ്ലൈ ചെയ്യുന്ന മസിൽ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടില്ല. വിൽ കം ടു ദാറ്റ് ലേറ്റർ. ഈ ലോങ് thoracic nerve നമ്മൾ പറഞ്ഞു റൂട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുള്ളത്? C5 to T1 ആണ് റൂട്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെ റൂട്ടുകളിൽ നിന്നാണ് ഈ നെർവ് എമർജ് ചെയ്യുന്നത് അറിഞ്ഞിരിക്കണം. ലോങ് thoracic നെർവ് ആണെന്നുണ്ടെങ്കിൽ ദേ ആർ കമ്മിങ് ഫ്രം C5, C6 ആൻഡ് C7. ഡോർസൽ സ്കാപ്പുലർ നെർവ് ആണെങ്കിൽ ദാറ്റ് ഈസ് അറൈസിങ് ഫ്രം എ സിംഗിൾ സെഗ്മെന്റ്, ദാറ്റ് ഈസ് C5. ഇത് കൂടാതെ യു ഹാവ് സം അതർ ബ്രാഞ്ചസ് അറൈസിങ് ഫ്രം ദ റൂട്ട്. അതിൽ എഴുതുന്നില്ല, രണ്ട് എക്സാമ്പിളുകളുണ്ട്. ഒന്നാണ് സ്കെലീൻ ഗ്രൂപ്പ് ഓഫ് മസിൽസിന് സപ്ലൈ ചെയ്യുന്നത്. സ്കെലീൻ എന്ന് പറഞ്ഞാൽ നെക്കിലുള്ള ഒരു സെറ്റ് ഓഫ് മസിൽസ് ആണ് സ്കെലീൻ മസിൽസ്. ആ സ്കെലീൻ ഗ്രൂപ്പ് ഓഫ് മസിൽസിന് സപ്ലൈ ചെയ്യുന്ന നെർവുകളുണ്ട്. അതുപോലെ ഡയഫ്രത്തിന് സപ്ലൈ ചെയ്യുന്ന ഫ്രെനിക് നെർവിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ വരുന്നത് ഈ പറയുന്ന റൂട്ടിൽ നിന്നാണ്. സോ ദാറ്റ് ഓൾസോ ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ പാർട്ട് ഓഫ് ബ്രേക്കിയൽ പ്ലക്സസ്. അതായത് C5 നിന്ന് വരുന്നത് കൊണ്ട് നമ്മളതിനെ ബ്രേക്കിയൽ പ്ലക്സസിന്റെ പാർട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നു. അതാണ് എൻ്റെ മീനിങ്. റൈറ്റ്. ഫ്രം ദ ട്രങ്ക് ഏതൊക്കെ ഡയറക്റ്റ് ബ്രാഞ്ചുകൾ അറൈസ് ചെയ്യുന്നുണ്ട്? പക്ഷെ ട്രങ്ക് എന്ന് പറയുമ്പോൾ ദർ ആക്ച്വലി ബ്രാഞ്ചസ് അറൈസിങ് ഫ്രം ഓൺലി വൺ ട്രങ്ക്. ആ ട്രങ്ക് എന്ന് പറയുന്നത് അപ്പർ ട്രങ്കാണ്. മിഡിൽ ട്രങ്കിൽ നിന്നോ ലോവർ ട്രങ്കിൽ നിന്നോ ബ്രാഞ്ചസ് ഡയറക്റ്റ് ആയിട്ട് അറൈസ് ചെയ്യുന്നില്ല. അപ്പോൾ അപ്പർ ട്രങ്കിന്റെ ഫോർമേഷൻ എങ്ങനെയാണ്? ദേ ആർ ഫോർംഡ് ബൈ യൂണിയൻ ഓഫ് C5 ആൻഡ് C6. ശരി, ഈ C5 ആൻഡ് C6ൽ നിന്ന് ജോയിൻ ചെയ്തുണ്ടാവുന്ന അപ്പർ ട്രങ്കിൽ നിന്നുണ്ടാവുന്ന നെർവ്, again they are two in number. They are suprascapular nerve and nerve 2 subclavius, right? അപ്പോൾ C5ൽ നിന്ന് C6ൽ നിന്ന് ഉണ്ടാവുന്നത് കൊണ്ട്
ആ ട്രങ്കിൽ നിന്നാണ് ഉണ്ടാകുന്നത്. സോ സുപ്രാസ്കാപ്പുലർ നെർവ് ആൻഡ് നെർവ് സബ്ക്ലേവിയസ് അതിന്റെ റൂട്ട് വാല്യൂ എന്തായിരിക്കും? സുപ്രാസ്കാപ്പുലർ നെർവിലും C5ന്റെയും C6ന്റെയും കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. നെർവ് സബ്ക്ലേവിയസിലും C5ന്റെയും C6ന്റെയും കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. പറഞ്ഞത് ക്ലിയർ ആണോ? യെസ്. നൗ മൂവിങ് ഓൺ ഫർദർ. അപ്പോൾ നമ്മൾ ഇവിടെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ C5 ഉണ്ട്, C6 ഉണ്ട്, അത് റൂട്ട് അറേസ് ചെയ്യുന്നു, ജോയിൻ ചെയ്ത് അപ്പർ ട്രങ്ക് ആവുന്നു, അപ്പർ ട്രങ്ക് ആൻറ്റീരിയർ ഡിവിഷൻ ആവുന്നു, പോസ്റ്റീരിയർ ഡിവിഷൻ ആവുന്നു, റൈറ്റ്? ആൻഡ് ഫ്രം ദ അപ്പർ ട്രങ്ക് യു ഹാവ് സുപ്രാസ്കാപ്പുലർ നെർവ് ആൻഡ് ദർ ഇസ് അനദർ nerve that is known as nerve to subclavius. അപ്പോൾ ഇവിടെ ആക്ച്വലി നിങ്ങൾ ഇത്രയും റീജിയൻ നോക്കിക്കഴിഞ്ഞാൽ ഡിസ്മിസ് റീജിയൻ നിങ്ങൾ നോക്കിയാൽ എത്ര നെർവ് കമ്പോണൻറ്റുകളുണ്ട്? You have root from C5, root from C6, you have upper trunk, you have anterior division, you have posterior division, then you have the suprascapular nerve, you have the nerve to subclavius. അപ്പോൾ ഇതിൽ അപ്പർ ട്രങ്ക് എന്നുള്ളത് വിട്ട് കഴിഞ്ഞാൽ ബാക്കി എത്ര നെർവുകൾ ഉണ്ട് ഇവിടെ? യു ഹാവ് 6 നെർവ്സ്. കാണുന്നുണ്ടോ? അപ്പോൾ ഇത്രയും നെർവുകൾ ഇങ്ങനെ ഒരു ഏരിയയിൽ അക്യുമുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഈ ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഏരിയയ്ക്ക് പറയുന്ന പേരാണ് Erb's point. Erb's point. Very, very, very important. So what is Erb's point? Erb's point is the region in the upper trunk where 6 nerves meet. ഏതൊക്കെയാണ് 6 nerves? C5ൽ നിന്നുള്ള റൂട്ട്, C6ൽ നിന്നുള്ള റൂട്ട്, അപ്പർ ട്രങ്കിന്റെ തന്നെ ആന്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ ഡിവിഷൻസ്, പിന്നെ സുപ്രാസ്കാപ്പുലർ നെർവും നെർവ് ടു സബ്ക്ലേവിയസും. ഇത്രയും ചേർന്നുണ്ടാവുന്ന എർബ്സ് പോയിന്റ്, ഇത്രയും നെർവുകളിലൂടെ ഉണ്ടായതുകൊണ്ട് തന്നെ എർബ്സ് പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എർബ്സ് പോയിന്റിന് എന്തെങ്കിലും ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ ദാറ്റ് വിൽ ലീഡ്സ് ടു എ കണ്ടീഷൻ ദാറ്റ് ഇസ് നോൺ ആസ് എർബ്സ് പാരാലിസിസ്. എർബ്സ് പാരാലിസിസ്. അപ്പോൾ നിങ്ങൾ ബ്രേക്കിയൽ പ്ലെക്സസിന്റെ പലതരത്തിലുള്ള ഇഞ്ചുറീസ് പഠിക്കും. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഞ്ചുറിയാണ് എർബ്സ് പോയിന്റും അവിടെ നിന്നുണ്ടാവുന്ന അതിൻ്റെ ഡാമേജിന് ഉണ്ടാവുന്ന എർബ്സ് പാരാലിസിസ്, റൈറ്റ്? അതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ പിന്നീട് കാണാം. എർബ്സ് പോയിന്റ് ക്ലിയർ ആണോ? യെസ്. Now from the chords, you have എത്ര chords ഉണ്ട്? You have a lateral chord, you have medial chord, and you have the posterior chord. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരിടത്തും പഠിക്കുന്ന പോലെ പേരല്ല ഇട്ടേക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ആൻറ്റീരിയർ ഉണ്ടെങ്കിൽ പോസ്റ്റീരിയർ ഉണ്ടാവും, മീഡിയൽ ഉണ്ടെങ്കിൽ ലാറ്ററൽ ഉണ്ടാവും, അല്ലെങ്കിൽ സുപ്പീരിയർ ഉണ്ടെങ്കിൽ ഇൻഫീരിയർ ഉണ്ടാവും. ഇവിടെ ലാറ്ററൽ മിഡിൽ പേരായിട്ട് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ പോസ്റ്റീരിയർ ഒറ്റയ്ക്ക് നിൽക്കുക. അപ്പോൾ ഈ പേരിടാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഈ നെർവസ് കമ്പോണൻസ് ഒരു പർട്ടിക്കുലർ സ്ട്രക്ചറിന് ചുറ്റും അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ആ പർട്ടിക്കുലർ സ്ട്രക്ചറിന്റെ ലാറ്ററലായിട്ടുള്ള നെർവസ് കമ്പോണന്റിനെ വിളിക്കുന്ന പേരാണ്, അതിന്റെ മീഡിയലായിട്ടുള്ളതിനെ വിളിക്കുന്ന പേരാണ് മീഡിയൽ കോഡ്, പോസ്റ്ററായിട്ടുള്ളതിനെ വിളിക്കുന്ന പേരാണ് പോസ്റ്റീരിയർ കോഡ്. അപ്പോൾ ഏതാണ് ആ നെർവസ് കമ്പോണന്റ്, സോറി ആ സ്ട്രക്ചറിനെ ചുറ്റി ഈ കോഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കൊണ്ടാണല്ലോ കോഡ്സിന്റെ പേര് വരുന്നത്. ഏതാണ് ആ സ്ട്രക്ചർ? ആ സ്ട്രക്ചർ വളരെ സ്പെസിഫിക് ആണ്. ദാറ്റ് ഈസ് ദ സെക്കൻഡ് പാർട്ട് ഓഫ് ആക്സിലറി ആർട്ടറി. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ആക്സിലറി ആർട്ടറിയുടെ സെക്കൻഡ് പാർട്ടിന് ചുറ്റും അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി വെച്ചിട്ടാണ് നമ്മൾ ഈ കോഡ്സിനെ എന്ത് വിളിക്കുക? ലാറ്ററൽ, മീഡിയൽ ആൻഡ് പോസ്റ്റീരിയർ. എന്നുവെച്ചാൽ അർത്ഥം എന്താ? ലാറ്ററൽ കോഡ് ലൈസ് ലാറ്ററൽ ടു സെക്കൻഡ് പാർട്ട് ഓഫ് ആക്സിലറി ആർട്ടറി, medial cord lies medial to second part of axillary artery, posterior cord lies posterior to the second part of axillary artery. ഇനി നിങ്ങളുടെ കയ്യിൽ ബുക്ക് ഇരിപ്പുണ്ടല്ലോ, ഓക്കെ, സോ യു ക്യാൻ ലുക്ക് ടു ദ ബുക്ക് ആൻഡ് ടെൽ ലാറ്ററൽ കോഡിൽ നിന്ന് എത്ര ബ്രാഞ്ചസ് ഉണ്ട്? പെട്ടെന്ന് നോക്കി പറഞ്ഞേ. ഫ്രം ദ ലാറ്ററൽ കോഡ് ഹൗ മെനി ബ്രാഞ്ചസ് വിൽ അറൈസ്? 3, റൈറ്റ്? നമ്മൾ അതിനെ ഷോർട്ട് ഫോം ആയിട്ട് LML എന്ന് വിളിക്കും.
L stands for lateral pectoral nerve, M stands for musculocutaneous nerve, and the other L stands for lateral root of median nerve. ഇതിന്റെ എല്ലാ റൂട്ട് വാല്യൂ എന്താണ്? C5, C6 and C7. Why? Lateral cord is formed by എങ്ങനെയാണ് ഉണ്ടാവുന്നത്? C5 ഉണ്ട്, C6 ഉണ്ട്, C7 ഉണ്ട്, C8 ഉണ്ട്, T1 ഉണ്ട്. C5ഉം C6ഉം ചേർന്ന് അപ്പർ ട്രങ്ക് ഉണ്ടായി, C7 ഒറ്റയ്ക്ക് മിഡിൽ ട്രങ്ക് ഉണ്ടായി, C8ഉം T1ഉം ചേർന്ന് ലോവർ ട്രങ്ക് ഉണ്ടായി. Now what happens? അപ്പർ ട്രങ്കിന്റെ ആന്റീരിയർ ഡിവിഷനും മിഡിൽ ട്രങ്കിന്റെ ആന്റീരിയർ ഡിവിഷനും ചേർന്നുണ്ടാവുന്നതാണ് എന്ത്? ലാറ്ററൽ കോഡ്. മറന്നു വരില്ല. Now ലോവർ ട്രങ്കിന്റെ ആന്റീരിയർ ഡിവിഷൻ മാത്രം കണ്ടിന്യൂ ചെയ്യുന്നതാണ് മീഡിയൽ കോഡ്. ഇനി അവർക്കുള്ള എല്ലാത്തിൻ്റെയും പോസ്റ്റീരിയർ ഡിവിഷൻസ് ജോയിൻ ചെയ്തുണ്ടാവുന്നതാണ് പോസ്റ്റീരിയർ കോഡ്. ഈ ഐഡിയ ക്ലിയർ ആയിരിക്കണം. സോ ലാറ്ററൽ കോഡ് വിൽ ഹാവ് സപ്ലൈ ഫ്രം ഏതൊക്കെ റൂട്ടിൽ നിന്ന് സപ്ലൈ ഉണ്ടാവും എന്ന് വെച്ചാൽ പറഞ്ഞ ചോദിച്ചതിന്റെ അർത്ഥമുണ്ട്. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു നെർവ് ഐഡന്റിഫൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഹാവിങ് സപ്ലൈ ഫ്രം C5 ആൻഡ് C6, റൈറ്റ്? അതേപോലെ അപ്പൊ ലാറ്ററൽ കോഡ് മൊത്തം നോക്കിയാൽ അതിന് എന്തൊക്കെ സപ്ലൈ എവിടെ നിന്നൊക്കെ സപ്ലൈ വരുന്നുണ്ട്? C5, C6 ആൻഡ് C7. പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണോ? അപ്പൊ റൂട്ട് വാല്യൂ നിങ്ങൾ കാണാതെ പഠിക്കണോ? വേണ്ട. യു ക്യാൻ റിമെമ്പർ ദ റൂട്ട് വാല്യൂ ഫ്രം ദ ഫോർമേഷൻ ഓഫ് ബ്രേക്കിയൽ പ്ലെക്സസ്. ബ്രേക്കിയൽ പ്ലെക്സസിന്റെ ഫോർമേഷൻ കൃത്യമായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ബി ഏബിൾ ടു റൈറ്റ് ദ റൂട്ട് വാല്യൂ. അതിൽ കുറച്ച് എക്സെപ്ഷൻസ് വരുന്നുണ്ട്, വിൽ കം ടു ദാറ്റ്. ഇപ്പൊ ലാറ്ററൽ കോഡിൽ എന്തായാലും എക്സെപ്ഷൻസ് ഒന്നുമില്ല. ലാറ്ററൽ കോഡിൽ നിന്ന് 3 ബ്രാഞ്ചസ് ഉണ്ട്: ലാറ്ററൽ പെക്ടറൽ, ലാറ്ററൽ റൂട്ട് ഓഫ് മീഡിയൻ, മസ്കുലോക്യൂട്ടേനിയസ് നെർവ്, ആൻഡ് ദേ ഓൾ ഹാവ് ദ സെയിം റൂട്ട് വാല്യൂ which derives its components from all the root C5, C6 and C7. ലാറ്ററൽ കോഡ് എവിടെ നിന്നൊക്കെ ഉണ്ടായോ അത്രയും റൂട്ടിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ അതിനകത്തുണ്ട്. പറഞ്ഞ പോയിന്റ് കൃത്യമാണോ? യെസ്. വാട്ട് അബൌട്ട് ദ മീഡിയൽ കോഡ്? മീഡിയൽ കോഡിന് ഏതൊക്കെ സെഗ്മെന്റിൽ നിന്നുള്ള സപ്ലൈ ഉണ്ട്? C5 ആണോ, C6 ആണോ, പടം നോക്കിയിട്ട് പറഞ്ഞേ. മീഡിയൽ കോഡ് പച്ചയാണ്. മീഡിയൽ കോഡ് പച്ചയ്ക്ക് എവിടെ നിന്നൊക്കെയാണ് കണക്ഷൻ? എവിടെ നിന്നാണ് ആ ഫൈബർ വരുന്നത്? എവിടുന്ന? only the C8 and T1. വേറെ ഒരു സെഗ്മെന്റിനും മീഡിയൽ കോഡുമായിട്ട് ബന്ധമില്ല. പറയുന്ന പോയിന്റ് ക്ലിയർ ആണോ? മീഡിയൽ കോഡ് ഈസ് ദ ആന്റീരിയർ ഡിവിഷൻ ഓഫ് ലോവർ ട്രങ്ക്. ഈ ലോവർ ട്രങ്ക് എവിടുന്ന ഉണ്ടായി? C8 ആൻഡ് T1 നിന്നാണ് ഉണ്ടായേക്കുന്നത്. അതിന് C5ഉമായിട്ടോ C6ഉമായിട്ടോ C7ഉമായിട്ടോ ബന്ധമില്ല. കൺഫ്യൂഷൻ ഒഴിവാക്കാൻ. ലാറ്ററൽ കോഡിന്റെ സപ്ലൈ എവിടെ നിന്നൊക്കെ വരുന്നത്? C5, C6 ആൻഡ് C7, റൈറ്റ്? മീഡിയൽ കോഡിന്റെ സപ്ലൈ എവിടെ നിന്നൊക്കെ വരും? C8 ആൻഡ് T1, ശരിയല്ലേ? യെസ്. പോസ്റ്റീരിയർ കോഡ് ആണെന്നുണ്ടെങ്കിലോ ഇറ്റ് ഈസ് ഹാവിങ് സപ്ലൈ ഫ്രം ഓൾ ദ സെഗ്മെന്റ്സ്. അപ്പോൾ C5 ഉണ്ട്, C6 ഉണ്ട്, C7 ഉണ്ട്, C8 ഉണ്ട്, T1 ഉണ്ട്, റൈറ്റ്? ഓൾ ദ സെഗ്മെന്റ്സ് വിൽ സപ്ലൈ ദ പോസ്റ്റീരിയർ കോഡ്. അപ്പൊ മീഡിയൽ കോഡിൽ നിന്ന് വരുന്ന ഒരു നെർവിന് 2 സെഗ്മെന്റേ സപ്ലൈ ചെയ്യാൻ പറ്റൂ, C8 ആൻഡ് T1. അതിന് C5 സപ്ലൈ ഇല്ല, C6 സപ്ലൈ ഇല്ല, C7 സപ്ലൈ ഇല്ല. ലാറ്ററൽ കോഡിൽ നിന്ന് വരുന്ന ഒരു നെർവിന്, ഒരു ബ്രാഞ്ചിന് 3 സെഗ്മെന്റ് മാത്രമേ അങ്ങേയറ്റം സപ്ലൈ ചെയ്യാൻ പറ്റൂ. C5, C6, C7. C8 T1 സപ്ലൈ ഇല്ല. പോസ്റ്റീരിയർ കോഡിൽ നിന്ന് വരുന്ന ഒരു നെർവിന് പക്ഷെ ഏത് സെഗ്മെന്റ് വേണമെങ്കിലും സപ്ലൈ ചെയ്യാം. പറഞ്ഞത് പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ. മീഡിയൽ കോഡിൽ നിന്ന് യു ഹാവ്, നിങ്ങൾ ഞാൻ പഠിച്ച സമയത്തൊക്കെയാണ്, ഇപ്പോൾ നിങ്ങളുടെ ബുക്കിൽ വേറെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ M4U എന്ന് സിമ്പിളായിട്ട് ഓർത്തിരുന്നു. 4 എമ്മും ഒരു യു. എന്തൊക്കെയാണ് എമ്മുകൾ? മീഡിയൽ പെക്ടറൽ, മീഡിയൽ ക്യൂട്ടേനിയസ് നെർവ് ഓഫ് ദ ആം, മീഡിയൽ ക്യൂട്ടേനിയസ് നെർവ് ഓഫ് ദ ഫോർ ആം, ദെൻ
ലാസ്റ്റ് എം ഈസ് മീഡിയൽ റൂട്ട് ഓഫ് മീഡിയൻ നെർവ്. ബുക്ക് എടുത്ത് വെച്ചോണേ, ഞാൻ ബുക്ക് നിങ്ങൾ ഉണ്ടെന്നൊരു വിശ്വാസത്തിലാണ് പറഞ്ഞു പോകുന്നത്. നൗ യു സ്റ്റാൻഡ്സ് ഫോർ ദ അൾനാർ നെർവ്. ഇതിന്റെ എല്ലാ റൂട്ട് വാല്യൂ നോക്കിയേ, ദേ ആർ ഓൾ C8 and T1. കൃത്യമല്ലേ? 5 നെർവ് ഉണ്ടെങ്കിലും പറയാം. വെൽക്കം ടു ദാറ്റ്. അൾനാർ നെർവ് തൽക്കാലം ഇവിടെ വെക്കുക. ബാക്കിയുള്ളതിലെല്ലാത്തിനും യു ഹാവ് ദ കോമൺ വൺ, C8 and T1. ലംബാർ പ്ലക്സസിൽ നിങ്ങൾക്ക് ലക്ഷറി ഇല്ലായിരുന്നു. ലംബാർ പ്ലക്സസിൽ നിങ്ങൾ അതിന്റെ ഫോർമേഷൻ പഠിക്കുന്നത് അബ്ഡോമിനിലെ പഠിക്കുക. അബ്ഡോമിനിൽ പഠിക്കുന്നതുകൊണ്ട് അബ്ഡോമൻ പഠിക്കുന്ന സമയത്ത് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഫെമറൽ നെർവിന് L2, L3, L4 വന്നതും വെൻട്രൽ ഡിവിഷൻ വന്നതും മനസ്സിലാവും. ഡോർസൽ ഡിവിഷൻ. ഒബ്റ്റുറേറ്റർ നെർവിന് എന്തുകൊണ്ടാണ് വെൻട്രൽ ഡിവിഷൻസ് ഓഫ് L2, L3, L4 വന്നതെന്നുള്ളത് ലംബാർ പ്ലക്സസ് നിങ്ങൾ അബ്ഡോമിനിൽ പഠിക്കുമ്പോഴേ മനസ്സിലാവും. പക്ഷെ അപ്പർ ലിംബ് പഠിക്കുമ്പോഴുള്ള ബെനിഫിറ്റ് നിങ്ങൾ ബ്രേക്കിയൽ പ്ലക്സസിന്റെ ഫോർമേഷൻ ഉൾപ്പെടെ പഠിച്ചു പോകുന്നതുകൊണ്ട് ഇറ്റ് ഈസ് ഈസി ടു റിമെമ്പർ ദ റൂട്ട് വാല്യൂ. അപ്പോൾ ലാറ്ററൽ കോഡിൽ നിന്നുള്ളതിന് C5, C7 ഉണ്ട്. മീഡിയൽ കോഡിൽ നിന്നുള്ളതിന് എല്ലാത്തിനും C8, T1 ആണ്. As he rightly pointed out, ulnar nerve having an extra supply C7 ഉണ്ട്, പിന്നെ C8, T1 ഉണ്ട്. അപ്പൊ ഈ C7 വന്നിരിക്കുന്നത് നോട്ട് ഫ്രം ദ റൂട്ട്. നിങ്ങൾ ഓർത്തിരിക്കുക. അത് നമ്മൾ പിന്നീട് നെർവ് പഠിക്കുമ്പോൾ പഠിക്കും. അൾനാർ നെർവ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ മീഡിയൻ നെർവിന്റെ സ്പെസിഫിക് ആയിട്ട് ലാറ്ററൽ റൂട്ട് ഓഫ് മീഡിയൻ നെർവിൽ നിന്ന് ഒരു ചെറിയ കമ്പോണന്റ് വന്ന് അൾനാർ നെർവിലേക്ക് ജോയിൻ ചെയ്യും. ആ കമ്പോണന്റ് ആണ് ഏത് സെഗ്മെന്റ് കൊണ്ടുവരിക? C7 സെഗ്മെന്റിന്റെ ഫൈബേഴ്സ് കൊണ്ടുവരും. ഐ വിൽ റിപ്പീറ്റ്. അൾനാർ നെർവും മീഡിയൻ നെർവും ഉണ്ടായി കഴിയുമ്പോൾ ബ്രാഞ്ചസ് ആയി കഴിഞ്ഞ് നോക്കിയാൽ അൾനാർ നെർവിലേക്ക് ലാറ്ററൽ റൂട്ട് ഓഫ് മീഡിയൻ നെർവിൽ നിന്ന് ഒരു ചെറിയ ഒരു ചെറിയ ബ്രാഞ്ച് വന്ന് കയറുന്നതായിട്ട് കാണാൻ പറ്റും. ആ ബ്രാഞ്ചിൽ ഏത് ഫൈബേഴ്സ് ഉണ്ട്? C7 ഫൈബേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അൾനാർ നെർവിന്റെ റൂട്ട് വാല്യൂ പറയുമ്പോൾ വി ആഡ് C7 to it. ക്ലിയർ ആണോ? Yes, sir. Now, what about the posterior cord branches? Posterior cord will have again 5 branches. അപ്പോൾ അത് പല രീതിയിൽ നിങ്ങൾ ന്യൂമോണിക് ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞു, ഞങ്ങൾ പണ്ടൊക്കെ പഠിച്ചിരുന്ന അൾട്ര എന്ന് ഓർത്തിരിക്കും. അൾട്ര. U stands for the upper subscapular nerve, L stands for lower subscapular nerve, T for thoracodorsal nerve, and R for radial nerve, and A for the axillary nerve. ശരിയല്ലേ? Yes, sir. യെസ്. അതിൽ ഇത് പോസ്റ്റീരിയർ കോഡ് ട്രിക്കിയാണ്. അപ്പോൾ നിങ്ങളിവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് കൺസെപ്റ്റ് ഉണ്ട്. ദിസ് ഈസ് C5, ദിസ് ഈസ് C6, C7, C8. സി ദ റൂട്ട് വാല്യൂ ഓഫ് ദി ബ്രാഞ്ചസ്. നമ്മൾ എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്? പോസ്റ്റീരിയർ കോഡിന്റെ എല്ലാ സെഗ്മെന്റിൽ നിന്നുമുള്ള സപ്ലൈ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റൂട്ട് വാല്യൂ എന്താണ്? C5 to T1 ആണ്. 5 ബ്രാഞ്ചിനും C5 to T1 റൂട്ട് വാല്യൂ വരണ്ടേ? വരണം. പക്ഷെ റൂട്ട് വാല്യൂ നോക്ക്, നിങ്ങൾ ആ ബ്രാഞ്ചിന്റെ റൂട്ട് വാല്യൂസ് നോക്ക്. only one of them is having all the segments root value. ബാക്കി എല്ലാത്തിനും ഏതെങ്കിലുമൊക്കെ സെഗ്മെന്റുകൾ മാത്രമേ കാണത്തുള്ളൂ. ആ എല്ലാ സെഗ്മെന്റിൽ നിന്നും സപ്ലൈ ചെയ്യപ്പെടുന്ന ഒറ്റ നെർവേ ഉള്ളൂ പോസ്റ്റീരിയർ കോഡിൽ. ആ നെർവാണ് റേഡിയൽ നെർവ്. ബാക്കി എല്ലാത്തിനും കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അതെന്തുകൊണ്ട് അങ്ങനെ വരുന്നതെന്നുള്ളത് I will explain. So from the C5 and C6 you have upper trunk, anterior division, posterior division. C7 നിന്ന് മിഡിൽ ട്രങ്ക്, ലോവർ ട്രങ്ക്, ആന്റീരിയർ ഡിവിഷൻ, പോസ്റ്റീരിയർ ഡിവിഷൻ. ഇപ്പം ഞാൻ പറയുവാണ് C7ന്റെ പോട്ടെ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പോസ്റ്റീരിയർ ഡിവിഷൻ ജോയിൻ ചെയ്തിട്ടാണ് പോസ്റ്റീരിയർ കോഡ് ഉണ്ടായതെന്ന് നമ്മൾ പറഞ്ഞു. ശരിയല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം C5ൽ നിന്നുള്ളൊരു ഫൈബർ നമ്മൾ സങ്കല്പിക്കുവാണെങ്കിൽ C5ൽ നിന്നുള്ള ഫൈബറിന് ഇറങ്ങി ഇതുവഴി വന്ന് അപ്പർ ട്രങ്ക് വഴി വന്ന്, ഈ ഫൈബർ എന്ന് പറഞ്ഞാൽ എന്താ? ആക്സോൺസ്. C5 എന്ന് പറഞ്ഞാൽ എന്താ? സ്പൈനൽ കോഡ് സെഗ്മെന്റ് ആണ് C5. ആ സ്പൈനൽ കോഡ് സെഗ്മെന്റിലെ ആന്റീരിയർ ഗ്രേ ഹോണിനകത്തുള്ള ഒരു ന്യൂറോൺ, ആ ന്യൂറോണിന്റെ ആക്സോൺ പോകുന്ന വഴിയാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആക്സോൺ വന്ന് പോസ്റ്റീരിയർ ഡിവിഷനിലൂടെ വന്ന് ഇറ്റ് ക്യാൻ റീച്ച് ദ പോസ്റ്റീരിയർ കോഡ്. ഇനി C6 ആണെങ്കിലോ അത് ഇതുപോലെ വന്ന് അപ്പർ ട്രങ്കിലൂടെ വന്ന് പോസ്റ്റീരിയർ ഡിവിഷനിലൂടെ വന്ന് പോസ്റ്റീരിയർ കോഡിൽ പോസ്റ്റീരിയർ
കോഡിൽ എത്താൻ പറ്റും. വാട്ട് അബൌട്ട് C7? സിമ്പിളായിട്ട് വന്ന് പോസ്റ്റൽ കോഡിൽ എത്തി. വാട്ട് അബൌട്ട് C8 ആൻഡ് T1? ഇതേപോലെ തന്നെ എത്തും. പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണോ? Yes, sir. അപ്പോൾ എന്തുകൊണ്ടാണ് ചില നെർവുകൾക്ക് അപ്പോൾ നമ്മൾ ശരിക്കും പോസ്റ്റൽ കോഡ് എന്ന് പറയുന്നത് ഈ മൊത്തം എടുത്ത് നോക്കിയാൽ അതിൽ C5 മുതൽ T1 വരെയുള്ള ഫൈബേഴ്സ് ഉണ്ട്. അതിൽ ആർക്കും ഒരു കൺഫ്യൂഷനും വേണ്ട. സോ ഇഫ് യു ആർ ഡ്രോയിങ് ദ പോസ്റ്റൽ കോഡ് അലോൺ, പോസ്റ്റൽ കോഡ് മാത്രം നമ്മളൊരു നെർവായിട്ട് നമ്മൾ സങ്കല്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് പോസ്റ്റൽ കോഡ്. ഒരു വലിയ തിക്ക് സ്ട്രക്ചർ. അതിൽ സിംഗിൾ കളേഴ്സ് C5 നിന്നുള്ള ഫൈബേഴ്സ് ഉണ്ട്, C6 നിന്നുള്ള ഫൈബേഴ്സ് ഉണ്ട്, C7 നിന്നുള്ള ഫൈബേഴ്സ് ഉണ്ട്, C8 നിന്നുള്ള ഫൈബേഴ്സ് ഉണ്ട്. ശരിയല്ലേ? Then you have fibers from T1 നിന്നുള്ള ഫൈബേഴ്സും ഉണ്ട്. ശരിയല്ലേ? 5 സെറ്റ് ഓഫ് ഫൈബേഴ്സ് ഉണ്ട്. നമ്മൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല എല്ലാ ബ്രാഞ്ചുകളിലേക്കും ഈ 5 ഫൈബറും പോകണമെന്ന് ഒരു റൂളും ഇല്ല. അപ്പോൾ സപ്പോസ് ഇഫ് യു ആർ ഡ്രോയിങ് വൺ പർട്ടിക്കുലർ ബ്രാഞ്ച് ഓഫ് പോസ്റ്റീരിയർ കോഡ്, ഞാനിപ്പോൾ എടുക്കുന്ന എക്സാമ്പിൾ അപ്പർ സബ്സ്കാപ്പുലാർ നെർവ് ആണെങ്കിൽ അതിൽ ഏതൊക്കെ ഫൈബേഴ്സ് മാത്രമേ കയറും? C5 നിന്നുള്ള ഫൈബറും അങ്ങോട്ട് പോവും, C6 നിന്നുള്ള ഫൈബറും അങ്ങോട്ട് പോകുന്നുണ്ട്. സോ അപ്പർ സബ്സ്കാപ്പുലാർ നെർവ് വിൽ ഹാവ് റൂട്ട് വാല്യൂ C5 ആൻഡ് C6. ഇനി ഞാൻ അടുത്ത ബ്രാഞ്ച് എടുക്കുവാണ്, ലോവർ സബ്സ്കാപ്പുലാർ നെർവ്. അപ്പോൾ ലോവർ സബ്സ്കാപ്പുലാർ നെർവ് നോക്കിയാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? C5 നിന്നുള്ള ഫൈബേഴ്സ് അങ്ങോട്ട് പോകുന്നുണ്ട്, C6 നിന്നുള്ള ഫൈബേഴ്സും അങ്ങോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ റൂട്ട് വാല്യൂ എന്താണ്? C5 ആൻഡ് C6. ഈ C5 നിന്നുള്ള ഫൈബർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ കാണിച്ച ഒറ്റ ആക്സൺ ആണോ? അല്ല, വേറെ മൾട്ടിപ്പിൾ ആക്സോൺസ്, ഒത്തിരി ആക്സോൺസ് ഉണ്ട്. ഇപ്പോൾ 10 ആക്സൺ ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു 3 എണ്ണം അപ്പർ സബ്സ്കാപ്പുലറിലോട്ട് കയറി പോകും, ഒരു 3 എണ്ണം ലോവർ സബ്സ്കാപ്പുലറിലോട്ട് കയറി പോകും. പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണ്? കൺസെപ്റ്റ് ക്ലിയർ ആണ്? Yes, sir. യെസ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താ? ഒരു കോഡിന്, പോസ്റ്റീരിയർ കോഡിന് 5 സെഗ്മെന്റുകളിൽ നിന്ന് സപ്ലൈ ഉണ്ടെങ്കിലും അതിൽ നിന്ന് വരുന്ന ബ്രാഞ്ചസിൽ ഈക്വലായിട്ടല്ല ഓരോ സെഗ്മെന്റിൽ നിന്നുള്ള ഫൈബേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് പോസ്റ്റീരിയർ കോഡിൻ്റെ ബ്രാഞ്ചസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു അബ്നോർമാലിറ്റി ഫീൽ ചെയ്യുന്നത്. ഈവൻ ദോ ഇറ്റ് ഈസ് ഹാവിങ് സപ്ലൈ ഫ്രം ഓൾ ദ 5 സെഗ്മെന്റ്സ്, ബ്രാഞ്ചസിന് ഒരെണ്ണത്തിനൊഴിച്ച് ബാക്കി എല്ലാത്തിനും 5 സെഗ്മെന്റ് സപ്ലൈ ഇല്ല. ഇല്ലാത്തതിൻ്റെ കാരണമാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞ പോയിന്റ് കൃത്യമാണോ? Yes, sir. മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ആസ്ക്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകൂടെ പറയാം. എവിടെ നിന്നിട്ടാ പറയണ്ടേ? ഈ ഫിഗർ തുടങ്ങിയപ്പോൾ ഈ ഫിഗറിലുള്ള ഓരോ ഫൈബറിന്റെ ഒറിജിനൽ ക്ലിയർ ആണ്. C5 നിന്നുള്ളതാണ് ബ്ലാക്ക്, C6 നിന്നുള്ളതാണ് ഗ്രീൻ, C7 നിന്നുള്ളതാണ് ബ്ലൂ. C8. ഓക്കെ, 5 സെഗ്മെന്റുകളിൽ 5 റൂട്ടിൽ നിന്നുള്ള ഫൈബേഴ്സ് ആരിലൂടെ പാസ് ചെയ്യുന്നുണ്ട്? പോസ്റ്റീരിയർ കോഡിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പറഞ്ഞത് ക്ലിയർ ആണോ? യെസ്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ? ഓക്കെ, വി ഹാവ് 5 ബ്രാഞ്ചസ് ഫോർ ദ posterior cord. കുറച്ചുകൂടി നടുക്കോട്ട് വരയ്ക്കാം. സിമ്പിൾ ഫോർ. ഓക്കെ, എന്തൊക്കെയാണ് 5 ബ്രാഞ്ചസ്? പറഞ്ഞോ. ഞാൻ എടുത്ത് നോക്കണം, എനിക്ക് ആരും ചോദിച്ചെന്നറിയില്ല. ഡൗട്ട് ചോദിച്ചോളാൻ പേര് പറ. 5 ബ്രാഞ്ചിന്റെ പേര് പറഞ്ഞു, ബുക്ക് നോക്കി പറഞ്ഞാൽ മതി. എന്തൊക്കെയുണ്ട്? അപ്പർ, അൾട്രാ വെച്ച് പറഞ്ഞു ഈസിയർ. അപ്പർ, പറഞ്ഞോ. അപ്പർ സബ്സ്കാപ്പുലാർ നെർവ്. അടുത്ത ബ്രാഞ്ചാണ്
ലോവർ സബ്സ്കാപ്പുലാർ നെർവ്. അടുത്ത ബ്രാഞ്ചാണ് thoracodorsal nerve. ഓക്കെ, അതായത് ഓക്കെ, ഫൈൻ ഫൈൻ. അടുത്ത ബ്രാഞ്ചാണ് റേഡിയൽ നെർവ്. അടുത്ത ബ്രാഞ്ചാണ് ആക്സിലറി ആക്സിലറി നെർവ്. അപ്പോൾ ഇതെല്ലാം പോസ്റ്റീരിയർ കോഡിന്റെ തന്നെ 5ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോവാണ്. ഇപ്പൊ ഈ നമ്മൾ റൂളായിട്ട് ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്ത് 5 ബ്രാഞ്ചിലോട്ടും ഈ 5 കമ്പോണന്റും പോകണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് പോകുന്നത് വളരെ റാൻഡം ആയിട്ടാണ്. അപ്പൊ C5 പോകുന്ന എങ്ങോട്ടൊക്കെ ഉണ്ടെന്ന് നോക്കിയാൽ മതി. C5ന്റെ ഫൈബേഴ്സ് ഒരു തുടക്കത്തിൽ ഒരു 10 ഉണ്ടെന്ന് വിചാരിക്കും. 10 C5ൽ നിന്ന് ഫൈബേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു, ആക്സോൺസ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ചെണ്ണം ഇങ്ങോട്ട് പോവും, റൈറ്റ്. അതിൽ കുറച്ചെണ്ണം ഇങ്ങോട്ട് പോവും, അതിൽ കുറച്ചെണ്ണം റേഡിയൽ നെർവിലേക്ക് പോവും, അതിൽ കുറച്ചെണ്ണം ആക്സിലറി നെർവിലോട്ടും പോവും. പക്ഷെ എങ്ങോട്ട് പോയില്ല, തൊറക്കോഡോർസൽ നെർവിലോട്ട് പോയിട്ടില്ല. കൃത്യമാണോ? Yes, sir. Yes, sir. അതുകൊണ്ട് തൊറക്കോഡോർസൽ നെർവിന്റെ റൂട്ട് വാല്യൂ എടുത്ത് അതിൽ C5 കാണത്തില്ല. Yes, sir. യെസ്. വാട്ട് അബൌട്ട് C6 ഫൈബർ? C6ന്റെ ഫൈബേഴ്സ് കുറച്ച് ഫൈബേഴ്സ് ഇങ്ങോട്ട് പോയിട്ടുണ്ട്, കുറച്ച് ഫൈബേഴ്സ് ഇങ്ങോട്ട് പോയിട്ടുണ്ട്, ദെൻ വേറെ കുറച്ച് ഫൈബേഴ്സ് തൊറക്കോഡോർസിലോട്ട് പോയിട്ടുണ്ട്, വേറെ കുറച്ച് ഫൈബേഴ്സ് റേഡിയൽ നെർവിലോട്ട് പോയിട്ടുണ്ട്, വേറെ കുറച്ച് ഫൈബേഴ്സ് ആക്സിലറി നെർവിലോട്ടും പോയിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് പാസിംഗ് ത്രൂ ഓൾ ദ സെഗ്മെന്റ്സ്, ഓൾ ദ ബ്രാഞ്ചസ്. അതുകൊണ്ട് എല്ലാ ബ്രാഞ്ചും എടുത്ത് നോക്കിയാൽ ഏത് കമ്പോണന്റ് ഉണ്ടാവും? C6 എന്ന് പറയുന്ന കമ്പോണന്റ് ഉണ്ടാവും. ശരിയാണോ? Yes, sir. യെസ്. നൗ യു ഡു ദ നെക്സ്റ്റ് വൺ, C7. C7 എങ്ങോട്ടൊക്കെ പാസ് ചെയ്യും? തൊറക്കോഡോർസലിലൂടെ പാസ് ചെയ്യും, റേഡിയൽ നെർവിലൂടെ പാസ് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. 2 നെർവിലൂടെ മാത്രമേ C7 ഫൈബേഴ്സ് പാസ് ചെയ്യും. C8 എവിടെ കൂടെ പാസ് ചെയ്യും? C8 ഈസ് പാസിംഗ് ത്രൂ അഗെയിൻ ത്രൂ thoracodorsal nerve and radial nerve. T1 എവിടെ കൂടെ പാസ് ചെയ്യും? T1 passes only through the radial nerve. Entire T1 fibers will pass through the radial nerve. അപ്പൊ നമ്മൾ റേഡിയൽ നെർവ് എടുത്ത് നോക്കിയാൽ ഇറ്റ് ഈസ് ഹാവിംഗ് ബ്രാഞ്ചസ് ഫ്രം C5 to T1. അപ്പർ സബ്സ്കാപ്പുലാർ നോക്കിയാൽ ഇറ്റ് ഈസ് ഹാവിംഗ് ആക്സോൺസ് ഫ്രം C5 and C6. ലോവർ സബ്സ്കാപ്പുലർ നോക്കിയാലും C5 and C6. തൊറക്കോഡോർസൽ നോക്കിയാൽ C6, C7, C8. ആക്സിലറി നോക്കിയാൽ C5, C6. പോയിന്റ് ക്ലിയർ ആണോ? Yes, sir. ക്ലിയർ ആണെങ്കിൽ മാത്രമേ ക്ലിയർ ആണെന്ന് പറയാമോ. ഇഫ് യു ഹാവ് ഡൗട്ട് പ്ലീസ് ആസ്ക്. കൃത്യമാണോ പറഞ്ഞത്? Clear answer. ക്ലിയർ ആണ്, ഫൈൻ, ഗുഡ്. സോ നൗ ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ്, നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ എന്തുകൊണ്ട് എല്ലാ സെഗ്മെന്റിൽ നിന്നും വന്നിട്ടുണ്ടെങ്കിലും ബ്രാഞ്ചസിന്റെ റൂട്ട് വാല്യൂ അത് വരുന്നില്ല എന്നുള്ള പോയിന്റ് അറിഞ്ഞിരിക്കണം. നൗ വി വിൽ മൂവ് ഓൺ ടു ദ ഡയഗ്രാം. അപ്പൊ നമുക്ക് ഇപ്പൊ ബ്രാഞ്ചസിന്റെ പേര് അറിയാം, റൂട്ട് വാല്യൂ അറിയാം. ഓൾ ദാറ്റ് വി നീഡ് ഈസ് സം 2 or 3 പോയിന്റ്സ് റിഗാർഡിംഗ് ഈച്ച് നെർവ്. ഓക്കെ, അതിന് മുമ്പ് ഒരു കാര്യം കൂടെ. അപ്പം ബ്രേക്കിയൽ പ്ലക്സസ് എല്ലാം കൂടെ എത്ര ബ്രാഞ്ച് പഠിച്ചിപ്പോ? റൂട്ടിൽ നിന്ന് 4 സെറ്റ്, ട്രങ്കിൽ നിന്ന് 2, 4 2 6, ലാറ്ററൽ കോഡിൽ നിന്ന് 3, മിഡിൽ കോഡിൽ നിന്ന് 5, പോസ്റ്ററൽ കോഡിൽ നിന്ന് 5. അപ്പൊ അത് തന്നെ 13. 13 6 19 ബ്രാഞ്ചസ് നിങ്ങൾ പഠിച്ചു, കറക്റ്റ് അല്ലേ? മൊത്തം എണ്ണം നിങ്ങൾ ബ്രാഞ്ചസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവസാനം അൾട്ടിമേറ്റ്ലി കാണാൻ പോകുന്ന നെർവുകൾ, അത് 19 നെർവുകളുണ്ട്. സംശയമുണ്ടോ? ഇല്ല. അതില് 5 എണ്ണം ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈൻ. ഇത്രയും 19 എണ്ണത്തിൽ നിങ്ങളോട് സെപ്പറേറ്റ്ലി ചോദിക്കാൻ സാധ്യതയുള്ള 5 നെർവുകൾ അത് നോട്ട് ചെയ്ത് വെച്ചോണം. ഫസ്റ്റ് വൺ ഈസ് മീഡിയൻ നെർവ്, സെക്കൻഡ് വൺ ഈസ് ulnar nerve, third one is radial nerve, fourth one is axillary nerve, and the fifth one is musculocutaneous.
മീഡിയൻ നെർവ് നിങ്ങൾ അത് പഠിക്കുമ്പോൾ ഇറ്റ് ഈസ് ഹാവിംഗ് റൂട്ട് വാല്യൂ ഫ്രം C5 ടു T1. അൾനർ നെർവിൻ്റെ റൂട്ട് വാല്യൂ C7, C8 ആൻഡ് T1. റേഡിയൽ നെർവിൻ്റെ റൂട്ട് വാല്യൂ അഗൈൻ C5 ടു T1. Axial nerve root value is C5 to C6. Muscular epithelial root value is C5, C6 and C6. Right? ഈ 5 നെർവുകൾ നിങ്ങളോട് ഇൻഡിവിജ്വലി ചോദിക്കുന്നതാണ്. ഷോർട്ടസ് ചോദിക്കാം, എസ് ഐ ചോദിക്കാം, ക്ലിനിക്കൽ സിനാരിയോ തന്നിട്ട് ചോദിക്കാം. അപ്പോൾ ഇതൊഴിച്ച് ബാക്കിയുള്ള എത്ര നെർവുകളുണ്ട്? 14 നെർവുകളുണ്ട്. 14 റൂട്ടിൽ നിന്ന് വരുന്ന 2 എണ്ണം സ്കെലിനസ് ഗ്രൂപ്പ് ഓഫ് മസിൽസിന് സപ്ലൈ ചെയ്യുന്നതും ഫ്രെനിക് നെർവിൻ്റെ കോമ്പണൻ്റ് ആയിട്ട് വരുന്നത്. അത് നിങ്ങൾ അത്ര അറിഞ്ഞാൽ അതിനകത്ത് ഒത്തിരി ഡീറ്റെയിൽസ് ആരും ചോദിക്കത്തില്ല നിങ്ങളോട്. അപ്പോൾ 14 വീണ്ടും 2 പോയി, ബാക്കി 12 നെർവിനെ പറ്റിയുള്ള 1-2 പോയിന്റ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കൃത്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഈ 5 നെർവിനെ പറ്റി A to Z കാര്യങ്ങൾ അറിയണം, മൊത്തം അറിയണം. 5 എണ്ണത്തിനെ പറ്റി മൊത്തം അറിഞ്ഞിരിക്കണം. 2 എണ്ണത്തിനെ പറ്റി ആ തുടക്കത്തിൽ പറഞ്ഞ അത്രയും അറിഞ്ഞാൽ മതി. ഏതൊക്കെയാണ്? സ്കെലിനസ് മസിലിനെ സപ്ലൈ ചെയ്യുന്നത് ഫ്രെനിക് നെർവിൻ്റെ കമ്പോണൻറ്റ്. ബാക്കിയുള്ള 12 എണ്ണത്തിനെ പറ്റി യു ഷുഡ് നോ 2 or 3 പോയിന്റ്സ്. ആ 2 or 3 പോയിന്റ്സ് ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഓക്കെ, റൈറ്റ്. സോ ദിസ് ഈസ് ദ ഡയഗ്രാം. ഇതാണ് നിങ്ങളുടെ അൾട്ടിമേറ്റ് ഡയഗ്രാം. ഈ ഡയഗ്രത്തിൽ നമുക്കെല്ലാം കിട്ടാം. നിങ്ങൾ റെഡിയാണോ? Yes, sir. റെഡി എല്ലാവർക്കും എടുക്കാൻ. ശരി. ഓക്കെ, റൈറ്റ്. സോ ദിസ് ഈസ് ദ ഈ കാണുന്ന സ്ട്രക്ചർ. എന്താണിത്? ഈ റെഡ് കളർ സ്ട്രക്ചർ. ഈ റെഡ് കളർ സ്ട്രക്ചർ എന്താണിത്? ആരോ കാണുന്നുണ്ടോ? ആരോ കാണുന്നുണ്ടോ? ആരോ കാണുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ അക്നോളജ് ചെയ്തേ. കാണുന്നുണ്ടോ ഇല്ലയോ നിങ്ങൾ പറ. കാണാം. ഓക്കെ. ആ റെഡ് കളർ സ്ട്രക്ചർ എന്താ? ആർട്ടറി, റൈറ്റ്? വാട്ട് ആർട്ടറി? വിച്ച് ആർട്ടറി? ആക്സിലറിലുള്ള ആർട്ടറിയുടെ പേരെന്തോ? ആക്സിലറി ആർട്ടറി. കഴിഞ്ഞു. ആക്സിലറി ആർട്ടറിയുടെ യു ക്യാൻ സീ ദ ഫസ്റ്റ് ബ്രാഞ്ച് ഓഫ് ആക്സിലറി ആർട്ടറി. ഫസ്റ്റ് ബ്രാഞ്ച് ഓഫ് ആക്സിലറി ആർട്ടറി. സെക്കൻഡ് പാർട്ടിൽ നിന്നുള്ള thoracoacromial ആർട്ടറി, ലാറ്ററൽ thoracic ആർട്ടറി. തേർഡ് പാർട്ടിൽ നിന്നുള്ള സബ്സ്കാപ്പുലർ ആർട്ടറി, then anterior and posterior circumflex humeral arteries. ഇതെല്ലാം ഇവിടെ കാണാൻ പറ്റുന്നത്. നമ്മളിവിടെ ആർട്ടറി അല്ല നോക്കാൻ പോകുന്നത്. വി ആർ ഗോയിങ് ടു സീ ദ നെർവ്സ്. അപ്പോൾ ഇവിടെ ഒരു മസിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണുന്നുണ്ടോ? ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മസിലിന്റെ ബാക്കി തന്നെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണുന്നുണ്ടോ ഇത്? Yes, sir. ഓക്കെ. ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മസിലാണ് പെക്ടറാലിസ് മൈനർ. പെക്ടറാലിസ് മൈനറിന്റെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഇത്ര ഏരിയയിലുള്ള മസിൽ കാണാൻ പറ്റുന്നത്, ഐ മീൻ ആർട്ടറി കാണാൻ പറ്റുന്നത്. ശരിയല്ലേ? ഇത് പെക്ടറാലിസ് മൈനറിന്റെ ഡീപ്പറായി കിടക്കുന്ന പോർഷനാണ് ഇത് ആർട്ടറിയുടെ. ഈ പോർഷൻ ഏതായിരിക്കും ആർട്ടറിയെ സംബന്ധിച്ച്? പെക്ടറാലിസ് മൈനറിന്റെ ഡീപ്പറായി കിടക്കുന്ന ആർട്ടറിയുടെ പാർട്ടാണ് സെക്കൻഡ് പാർട്ട് ഓഫ് ആക്സിലറി ആർട്ടറി. ശരിയല്ലേ? Yes, sir. സെക്കൻഡ് പാർട്ട് ഓഫ് ആക്സിലറി ആർട്ടറിയുടെ ഇമ്പോർട്ടൻസ് എന്താ? ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ ഇമ്പോർട്ടൻസ് എന്താ? അത് വെച്ചിട്ടാണ് പൊസിഷൻസ് പറയുന്നത്. അത് വെച്ചിട്ടാണ് ആരുടെ പൊസിഷൻസ് പറയുന്നത്? Not any nerve. You are labeling the position of chords. Lateral chord, medial chord, posterior chord എന്നുള്ള പേര് കൊടുക്കുന്നത് അത് ആർട്ടറിയുടെ ലാറ്ററൽ, മീഡിയൽ, പോസ്റ്റീരിയർ ആയതുകൊണ്ടാണ്. ദാറ്റ് വാസ് ദി ഇമ്പോർട്ടൻസ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതായത് സെക്കൻഡ് പാർട്ട് ഓഫ് ആക്സിലറി ആർട്ടറി ആണ് ഈ കാണുന്നത്. സെക്കൻഡ് പാർട്ട് ഓഫ് ആർട്ടറിയുടെ ലാറ്ററലി കിടക്കുന്ന ഈ നെർവസ് സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ലാറ്ററൽ കോഡ്. സെക്കൻഡ് പാർട്ട് ഓഫ് ആർട്ടറിയുടെ
ലേബിളുള്ളത് ബുദ്ധിമുട്ടാകുന്നുണ്ടോ? ഓക്കെ. ഈ വ്യൂ ആണോ നേരത്തെ കാണിച്ചാണ് പ്രിഫർ ചെയ്യുന്നത്? ഏതാ നല്ലത്? വിത്ത് ലേബിൾ ഉള്ളതാണോ? ഇതാണോ നിങ്ങൾക്ക് കാണാൻ സൗകര്യം? ഇത് ഇത് കാണുന്നില്ല. ഓക്കെ, അപ്പൊ ഫൈൻ. എന്റെ നെറ്റിന്റെ കുഴപ്പമാണ്. ആഹാ, നെറ്റിന്റെ കംപ്ലൈന്റ്. ഇപ്പൊ കാണാം. അപ്പൊ നിങ്ങൾ ലാൻഡ് മാർക്കുകൾ വെച്ചുകൊണ്ട് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. എന്തൊക്കെയാണ് ലാൻഡ് മാർക്ക്? നിങ്ങളുടെ ആർട്ടറി നമ്മൾക്ക് ഐഡന്റിഫൈ ദ ആർട്ടറി ഓർ ഹിയർ. ആർട്ടറി കാണാം. അപ്പൊ ആർട്ടറിയെ തന്നെ ഐഡന്റിഫൈ ദ സെക്കൻഡ് പാർട്ട് ഓഫ് ആക്സിലറി ആർട്ടറി. ഈ സെക്കൻഡ് പാർട്ട് ഓഫ് ആക്സിലറി ആർട്ടറി കണ്ടാൽ അതിൻ്റെ ലാറ്ററലി കിടക്കുന്നതാണ് ലാറ്ററൽ കോഡ്, മീഡിയലി കിടക്കുന്നതാണ് മീഡിയൽ കോഡ്. പിന്നെ ആർട്ടറിയുടെ പോസ്റ്റീരിയർ, അത് നമുക്ക് ഈ വ്യൂവിൽ നിന്ന് കാണാൻ പറ്റില്ല, പോസ്റ്റീരിയറിൽ ഉള്ളതാണ് പോസ്റ്റീരിയർ കോഡ് ഓഫ് ബ്രേക്കിയൽ പ്ലെക്സസ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ്. മനസ്സിലായോ? yes, sir. ഓക്കെ, ഓക്കെ, വെൽക്കം ബാക്ക് ടു ദിസ്. അപ്പോൾ കോഡിന്റെ പൊസിഷൻ മനസ്സിലായി. സോ കോഡിൽ നിന്ന് വരുന്ന ബ്രാഞ്ചസ് ആണ് ഇനി കാണേണ്ടത്. ഞാൻ പറഞ്ഞു 5 ബ്രാഞ്ചസ് ഇമ്പോർട്ടൻ്റ് ആണ്. 5 ബ്രാഞ്ചിനെ നമുക്ക് ആദ്യം ഐഡന്റിഫൈ ചെയ്യാം. ദെൻ വിൽ ഗോ ടു ദ അതർ വൺ. സോ ഇൻ ഫ്രണ്ട് ഓഫ് ദ ആക്സിലറി ആർട്ടറി, ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോണം. സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്ത് തരാം. നിങ്ങൾക്ക് പിന്നീട് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ യു ഗോ ബാക്ക് ടു ദ വീഡിയോ ആൻഡ് സീ ദാറ്റ്. അപ്പോൾ 5 ആർട്ടറി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 5 മേജർ ബ്രാഞ്ചസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ ഇത് ഏത് ലെറ്റർ പോലെ ഇരിക്കുന്നുണ്ട്. ഒരു സൈഡിൽ നോക്കിയാൽ W, മറ്റേ സൈഡിൽ നോക്കിയാൽ M. കറക്റ്റ് അല്ലേ? Yes, sir. യെസ്. നമ്മൾ ഒരു സൈഡിൽ നോക്കിയാൽ മതി. അതാണ് എം പാറ്റേൺ എന്നാണ് ഇതിനെ വിളിക്കുക. എം പാറ്റേൺ. അതായത് ആർട്ടറി കണ്ടു കഴിഞ്ഞാൽ ആർട്ടറിയുടെ മുമ്പിൽ നിങ്ങൾക്ക് സ്പെസിഫിക് കാണിക്കുന്നതല്ലേ പറഞ്ഞത് അപ്പർ ലിംബ്? Yeah, no. ഓക്കെ. അപ്പോൾ നിങ്ങൾ പോയിട്ട് നോക്കും. അപ്പോൾ നിങ്ങൾ ആക്സിലിൽ കാണുമ്പോൾ നിങ്ങൾ നോക്കേണ്ടതാണ് ആക്സിലറി ആർട്ടറി നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആക്സിലറി ആർട്ടറിയുടെ മുമ്പിലായിട്ട് എം പാറ്റേൺ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. എം ഉണ്ട്, ഇതാണ് എം. ഞാൻ എം വരച്ചതല്ല, നെർവിൻ്റെ മുകളിലൂടെ വരച്ച് പോകുന്നതാണ് എം. ഞാൻ പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിലാണ് പറയുന്നത്, തിയറി അവസാനം സമ്മറൈസ് ചെയ്യാം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് എം ഐഡന്റിഫൈ ചെയ്തത്? അപ്പോൾ ഞാൻ ആക്സിൽ നോക്കിയാൽ ഐ ഐഡന്റിഫൈഡ് എ വെരി ഇമ്പോർട്ടൻറ്റ് റിലേഷൻ. ആ ഇമ്പോർട്ടൻറ്റ് റിലേഷൻ ഞാൻ ഇപ്പോൾ കാണിച്ചത്. Can you see this? ഇവിടെ ഒരു നെർവ് ഒരു മസിലിനെ പിയേഴ്സ് ചെയ്ത് പോവാണ്. കാണുന്നുണ്ടോ? ഈ ഒരു പർട്ടിക്കുലർ നെർവ് ഒരു മസിലിലേക്ക് കയറി പോകുന്നതായിട്ട് കാണാൻ പറ്റും. കാണുന്നുണ്ടോ ഇത്? Yes, sir. ഇതൊരു യുണീക്ക് പ്രോപ്പർട്ടിയാണ്. ഇങ്ങനെ ഒബ്വിയസ് ആയിട്ട് ഒരു മസിലിന്റെ സബ്സ്റ്റൻസിനകത്തുകൂടെ പാസ് ചെയ്ത് അപ്പുറത്ത് ചെല്ലുന്നതായിട്ടുള്ള ഒറ്റ നെർവേ ഇവിടെ ഉള്ളൂ. ആ നെർവാണ് മസ്കുലോ ക്യൂട്ടേനിയസ് നെർവ്. മറന്നു വരുന്നത്, മസ്കുലോ ക്യൂട്ടേനിയസ് നെർവ്. മസ്കുലോ ക്യൂട്ടേനിയസ് നെർവ് പിയേഴ്സ് ചെയ്യുന്ന മസിലാണ് കൊറക്കോ ബ്രേക്കിയാലിസ്. കൊറക്കോ ബ്രേക്കിയാലിസ് ഇവിടെ കോംപ്ലിക്കേറ്റഡ് വാക്കൊന്നുമല്ല. കൊറക്കോയുടെ പ്രോസസ്സിൽ നിന്ന് ആമിലേക്ക് പോകുന്ന ബ്രേക്കിയത്തിലേക്ക് പോകുന്ന മസിൽ, ദാറ്റ് ഇസ് കൊറക്കോ ബ്രേക്കിയാലിസ്, റൈറ്റ്? കൊറക്കോ ബ്രേക്കിയാലിസിനെ പിയേഴ്സ് ചെയ്യുന്ന നെർവാണ് മസ്കുലോ ക്യൂട്ടേനിയസ് നെർവ്. സംശയമൊന്നുമില്ലല്ലോ? Yes, sir. Clear. ക്ലിയർ. അപ്പോൾ മസ്കുലോ ക്യൂട്ടേനിയസ് നെർവ് നിങ്ങൾക്ക് തിയറി അറിയാം, എവിടെ നിന്നാണ് വരിക? ദാറ്റ് ഇസ് കമ്മിങ് ഫ്രം ദ ലാറ്ററൽ കോഡ്. ശരിയല്ലേ? Yes, sir.
വൺസ് യു ഐഡന്റിഫൈ മസ്കുലർ ക്യൂട്ടേനിയസ് നെർവ്, ഞാൻ ഈ പറയുന്നത് നിങ്ങൾ സ്പെസിമെൻ കിട്ടുമ്പോൾ ഇതേ ഓർഡറിൽ ഫോളോ ചെയ്തോണം. വൺസ് യു ഐഡന്റിഫൈ മസ്കുലർ ക്യൂട്ടേനിയസ് നെർവ് യു ട്രേസ് ഇറ്റ് പ്രോക്സിമലി, തിരിച്ച് ട്രേസ് ചെയ്യുമ്പോൾ ഇതുണ്ട്, ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ പോയിന്റിന്റെ പ്രത്യേകത എന്താ? ഈ പോയിന്റിലാണ് ലാറ്ററൽ കോഡ് വന്നിട്ട് 2 മേജർ ബ്രാഞ്ച് ആയിട്ട് ഡിവൈഡ് ചെയ്തത്. റൈറ്റ്? ലാറ്ററൽ കോഡിൽ എത്ര ബ്രാഞ്ച് ഉണ്ട്? 3 ബ്രാഞ്ച് ഉണ്ട്. 3 ബ്രാഞ്ചിൽ 2 എണ്ണം വളരെ മേജർ സൈസുള്ള ബ്രാഞ്ചസ് ആയിരിക്കും. അതിൽ ഒരെണ്ണമായിരുന്നു മസ്കുലർ ക്യൂട്ടേനിയസ്, മറ്റേതാണ് ലാറ്ററൽ റൂട്ട് ഓഫ് മീഡിയൻ നെർവ്. മറന്നു പോകരുത്, ലാറ്ററൽ റൂട്ട് ഓഫ് മീഡിയൻ നെർവ്. അപ്പൊ നിങ്ങൾ ആദ്യം മസ്കുലർ ക്യൂട്ടേനിയസ് നെർവിനെ ഐഡന്റിഫൈ. ഇറ്റ്സ് വെരി ഈസി ടു ഐഡന്റിഫൈ. കാരണം എന്താണ്? ദാറ്റ് ഈസ് പിയേഴ്സിങ് എ മസിൽ ഹിയർ. അതാണ് കൊറക്കോബ്രേക്കിയേഴ്സ്. കൊറക്കോബ്രേക്കിയേഴ്സിനെ പിയേഴ്സ് ചെയ്യുന്നത് കൊണ്ട് നെർവിനെ മസ്കുലർ ക്യൂട്ടേനിയസിനെ ഐഡന്റിഫൈ ചെയ്യും. ഇത് തിരിച്ചു ഐഡന്റിഫൈ ചെയ്യാം. നെർവ് പിയേഴ്സ് ചെയ്യുന്നത് കൊണ്ട് ഈ മസിലിനെ കൊറക്കോബ്രേക്കിയേഴ്സിന് വേണമെങ്കിലും ഐഡന്റിഫൈ ചെയ്യാം. രണ്ടും നടക്കും. ഇനി മസ്കുലർ ക്യൂട്ടേനിയസ് ഐഡന്റിഫൈ ചെയ്യുന്ന അടുത്ത സ്റ്റെപ്പ് എന്താ? യു ട്രേസ് ഇറ്റ് പ്രോക്സിമലി ബാക്ക്. യു റീച്ച് ടു ദിസ് പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ദി ലാറ്ററൽ കോഡ് where it is getting divided into another large branch. This large branch is lateral root of median nerve. ഈ ലാറ്ററൽ റൂട്ട് ആർട്ടറിയുടെ എവിടെയാണ് കിടക്കുന്നത്? ലാറ്ററൽ ആണോ മീഡിയൽ ആണോ? ലാറ്ററൽ, റൈറ്റ്? ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് ലാറ്ററൽ റൂട്ട്. അപ്പോൾ ലാറ്ററൽ കോഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമായിരുന്നു. ദിസ് ഈസ് ദ ലാറ്ററൽ കോഡ്. ഈ കാണുന്നതാണ് ലാറ്ററൽ കോഡ്. ലാറ്ററൽ കോഡിൽ നിന്ന് വരുന്ന ബ്രാഞ്ചാണ് lateral root of median. That lateral root of median nerve is actually lying on the lateral side of the artery itself. മറന്നു പോകരുത്. അപ്പോൾ ശരി, നമ്മൾ ലാറ്ററൽ റൂട്ടിനെ ഐഡന്റിഫൈ ചെയ്തു. അത് നമ്മൾ താഴോട്ട് ഡിസ്റ്റലായിട്ട് ട്രേസ് ചെയ്ത് വരുമ്പോൾ യു ക്യാൻ സീ എ പോയിന്റ് ഓവർ ഹിയർ. ആ പോയിന്റിന്റെ പ്രത്യേകത എന്താ? ആ പോയിന്റിലാണ് വേറൊരു നെർവ് വന്നിട്ട് ലാറ്ററൽ റൂട്ടിനോട് ജോയിൻ ചെയ്യുന്നത്. കാണുന്നുണ്ടോ? Yes, sir. അപ്പൊ ഈ നെർവാണ് മീഡിയൽ റൂട്ട് ഓഫ് മീഡിയൻ നെർവ്. മീഡിയൽ റൂട്ട് ഓഫ് മീഡിയൻ നെർവ്. അപ്പൊ നിങ്ങൾ 3 ഐഡന്റിഫൈ ചെയ്തു: മസ്കുലർ ക്യൂട്ടേനിയസ്, ലാറ്ററൽ റൂട്ട് ഓഫ് മീഡിയൻ, മീഡിയൽ റൂട്ട് ഓഫ് മീഡിയൻ. ശരിയല്ലേ? Yes, sir. മീഡിയൽ റൂട്ട് ഓഫ് മീഡിയനെ നിങ്ങൾ പ്രോക്സിമലായിട്ട് ട്രേസ് ചെയ്താൽ യു വിൽ എൻ്റെ പിന്നെ കോഡ്. ആ കോഡ് ഏതായിരിക്കും? മീഡിയൽ റൂട്ട് ഓഫ് മീഡിയൻ നെർവ് വരുന്ന കോഡ് ഏതാ? Medial code. മീഡിയൽ കോഡ്. സോ ദിസ് ഈസ് ദ മീഡിയൽ കോഡ്. യു ഓൾറെഡി നോ ദാറ്റ്. എങ്ങനെ അറിയുന്ന? എങ്ങനെ? സെക്കൻഡ് പാർട്ട് ഓഫ് ആക്സിലറി ആർട്ടറിയുടെ മീഡിയലി കിടക്കുന്ന സ്ട്രക്ചറാണ് മീഡിയൽ കോഡ്, റൈറ്റ്? അതിൽ നിന്ന് വരുന്ന അടുത്ത ലാർജ് ബ്രാഞ്ച്, മീഡിയൽ കോഡിലെ ലാർജ് ബ്രാഞ്ച്. ഞാൻ 5 എണ്ണം പറഞ്ഞതിൽ ഒരെണ്ണം മീഡിയൽ റൂട്ട് ഓഫ് മീഡിയൻ നെർവ് ആണ്. അടുത്ത ലാർജ് ബ്രാഞ്ച് ഏതാണ്? അൾനാർ നെർവ്. അൾനാർ. ഈ വരുന്ന ലാർജ് ബ്രാഞ്ച് ആണ് അൾനാർ നെർവ്. അൾനാർ നെർവ് നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്തേ? യു ഐഡന്റിഫൈ ദ മസ്കുലർ ക്യൂട്ടേനിയസ്, യു ഐഡന്റിഫൈ ദ ലാറ്ററൽ റൂട്ട് ഓഫ് മീഡിയൻ നെർവ്, യു ഐഡന്റിഫൈ ദ മീഡിയൽ റൂട്ട് ഓഫ് മീഡിയൻ നെർവ്. അത് മീഡിയൽ കോഡിലേക്ക് ചെന്ന് ചേരുന്ന പോയിന്റിൽ നിന്ന് ട്രേസ് ചെയ്താൽ യു വിൽ ബി ഏബിൾ ടു ഐഡന്റിഫൈ ദ അൾനാർ നെർവ്. ക്ലിയർ ആണോ? Here, ദിസ് ഫോംസ് ദ എം. എമ്മിന്റെ ഒരു ലിംബ് മസ്കുലർ ക്യൂട്ടേനിയസ്, അടുത്ത ലിംബ് ലാറ്ററൽ റൂട്ട് ഓഫ് മീഡിയൻ നെർവ്, അടുത്ത ലിംബ് മീഡിയൽ റൂട്ട് ഓഫ് മീഡിയൻ നെർവ്, അടുത്ത ലിംബാണ് അൾനാർ നെർവ്. ദാറ്റ് ഈസ് ദ എം പാറ്റേൺ, ക്ലാസിക്കൽ എം പാറ്റേൺ ഇൻ ദ ആക്സില. ഈ പറഞ്ഞ പോയിന്റ് കൃത്യമാണോ? yes, sir. Okay. What are the points that you can add from this diagram? മീഡിയൽ റൂട്ട് ഓഫ് മീഡിയൻ നെർവ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലായി. അതായത് നമ്മൾ ആർട്ടറിയുടെ ലാറ്ററൽ സൈഡിൽ കിടക്കുന്ന ഒരു ബ്രാഞ്ചും ആർട്ടറിയുടെ മീഡിയൽ സൈഡിൽ കിടക്കുന്ന ഒരു ബ്രാഞ്ചും കൂടെ ജോയിൻ ചെയ്തുണ്ടാവുന്നതാണെന്ത്? ഫൈനൽ മീഡിയൻ നെർവ്, റൈറ്റ്? അപ്പൊ നമ്മളൊരു സാധാരണ ലോജിക്കുള്ളൊരു മനുഷ്യൻ സാധാരണ ലോജിക്കുള്ള മനുഷ്യൻ ചിന്തിക്കുന്നത് എങ്ങനെ? ഒരു ബ്രാഞ്ച് ഇവിടുന്ന് വന്നു, അടുത്ത ബ്രാഞ്ച് ഇവിടുന്ന് വന്നു, രണ്ടോട് ജോയിൻ ചെയ്ത് ഒന്നായി. അപ്പൊ നടുക്കുള്ള സ്ട്രക്ചറിന്റെ മുമ്പിൽ കിടക്കും എന്നല്ലേ ചിന്തിക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായില്ലെന്തോ. സോ നമുക്കൊരു വി ഹാവ് എ ലാറ്ററൽ റൂട്ട്. എന്തുകൊണ്ട് ലാറ്ററൽ റൂട്ട് എന്ന് പറഞ്ഞു? നടുക്ക് ഒരു ആർട്ടറി കിടപ്പുണ്ട്. നമുക്കൊരു ആർട്ടറി നടുക്ക് ഇങ്ങനെ കിടപ്പുണ്ട്.
അതിൻ്റെ ലാറ്ററൽ റീജിയനിൽ ലാറ്ററൽ റൂട്ട് ഉണ്ട്, മീഡിയൽ റീജിയനിൽ മീഡിയൽ റൂട്ട് ഉണ്ട്. ദിസ് ഈസ് ലാറ്ററൽ, ദിസ് ഈസ് മീഡിയൽ. നമ്മളൊരു സാധാരണ മനുഷ്യൻ എക്സ്പെക്ട് ചെയ്യുന്നത് എങ്ങനെ? രണ്ടും കൂടി ജോയിൻ ചെയ്ത് നെർവ് ഉണ്ടാകുമ്പോൾ രണ്ടും കൂടെ ആർട്ടറിയുടെ മുന്നിലേക്ക് വരുന്നു. എന്നിട്ട് രണ്ടും കൂടി ജോയിൻ ചെയ്തുണ്ടാവുന്ന ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, ഈ നെർവ് എന്ന് പറയുന്നത് ആർട്ടറിയുടെ മുമ്പിൽ കിടക്കും. അതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പാറ്റേൺ. ഹലോ, അങ്ങനെയല്ലേ? Yes, sir. അതെ, അതെ. യെസ്. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇതാണ് ആർട്ടറി എങ്കിൽ you have the lateral root which remains on the lateral side. ആരാ ക്രോസ് ചെയ്തത്? മീഡിയൽ റൂട്ട് ഈ ആർട്ടറിയെ ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വന്നിട്ട് that joins to form the product, median nerve. ഇപ്പൊ മീഡിയൻ നെർവ് ഇപ്പൊ ആർട്ടറിയുടെ എവിടെ കിടക്കുക? ഫ്രണ്ടിൽ കിടക്കുവാണോ, ലാറ്ററലി കിടക്കുവാണോ, മീഡിയലി കിടക്കുവാണോ? Laterally. ലാറ്ററലി. ദാറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് റിലേഷൻ. അതായത് മീഡിയൻ നെർവിന്റെ ഫോർമേഷന്റെ സമയത്ത് ദാറ്റ് ഈസ് ലൈങ് ഇൻ ലാറ്ററൽ ടു ദ ആക്സിലറി ആർട്ടറി എന്നുള്ള പോയിന്റ് നിങ്ങൾ മറക്കരുത്. കാരണം അത് ഓർത്തിരുന്നാലേ ക്യൂബിറ്റൽ ഫോസയിൽ ആർട്ടറിയുടെ മീഡിയൻ ആവും. അതായത് ക്യൂബിറ്റൽ ഫോസ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ എൽബോ റീജിയനിലുള്ളതാണ് ക്യൂബിറ്റൽ ഫോസ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പോയിന്റ് എന്താ? ആക്സില്ലയില് മീഡിയൻ നെർവ് ഈസ് ലാറ്ററൽ ടു ദ ആക്സിലറി ആർട്ടറി. പക്ഷെ ക്യൂബിറ്റൽ ഫോസ വരുമ്പോൾ, എൽബോ റീജിയൻ വരുമ്പോൾ മീഡിയൻ നെർവ് ഈസ് മീഡിയൽ ടു ദ ആർട്ടറി. അതിന്റെ അർത്ഥം എന്താ? ഈ വരുന്ന വഴിക്ക് ആമിൽ വെച്ചിട്ട് മീഡിയൻ നെർവ് ഷുഡ് ക്രോസ് ദ ആർട്ടറി ഫ്രം ലാറ്ററൽ ടു മീഡിയൽ സൈഡ്. പോയിന്റ് പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? Yes, sir. അപ്പൊ ഇത് എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആവുമെന്ന് ചോദിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ കൺഫ്യൂഷൻ വരും. തുടക്കത്തിലായിരുന്നു ലാറ്ററൽ, അവസാനം വരുന്ന ലാറ്ററൽ. ആ കൺഫ്യൂഷൻ ഒഴിവാക്കാനുള്ള ക്ലാരിറ്റിയാണ് ഇപ്പോൾ പറഞ്ഞത്. ലാറ്ററൽ റൂട്ട് ഈസ് ഓൾവേസ് ലൈങ് ഓൺ ദ ലാറ്ററൽ സൈഡ്. Medial root will cross the artery that will go to the lateral side and joins with the lateral root to form median nerve. ഉണ്ടാവുന്ന മീഡിയൻ നെർവ് കിടക്കുന്നത് ആർട്ടറിയുടെ മുമ്പിലല്ല, ആർട്ടറിയുടെ ലാറ്ററലാണ്. ദാറ്റ് വാസ് ദ പോയിന്റ്. ശരിയായോ? Yes, sir. യെസ്. നൗ സം മോർ അഡീഷണൽ പോയിന്റ്സ്. ഈ കാണുന്ന ഏതാണ് ഈ കാണുന്ന വെസല്? Vein, axillary vein. ആക്സിലറി വെയിൻ, റൈറ്റ്? സോ ദിസ് ഈസ് ആക്സിലറി ആർട്ടറി, ദിസ് ഈസ് ആക്സിലറി വെയിൻ. ഞാൻ അന്ന് എടുത്തപ്പോൾ പറഞ്ഞിരുന്നു വാട്ട് വാസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദം. ആക്സിലറി ആർട്ടറിയും ആക്സിലറി വെയിനും തമ്മിൽ കൺസിഡർ ചെയ്താൽ അത് യൂണിഫോം ആയിട്ട് ഒറ്റ റിലേഷനേ ഉള്ളൂ. എന്തായിരുന്നു റിലേഷൻ? Axillary vein is always medial to the axillary artery. That is the relation. ആർട്ടറിയുടെ മീഡിയലാണ് വെയിൻ എപ്പോഴും. അതിനൊരു ചേഞ്ച് ഇല്ല. അത് തുടക്കത്തിലാണെങ്കിലും ഇവിടെയാണെങ്കിലും എൻഡിങ്ങിലാണെങ്കിലും എവ്രിവെയർ വെയിൻ ഈസ് മീഡിയൽ ടു ദ ആർട്ടറി. ഇത് കണ്ടിട്ട് ഇൻഫീരിയർ ആണെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ട് sir. തോന്നുന്നുണ്ട്. ഓക്കെ, അതെന്തുകൊണ്ടാണ് അങ്ങനെ കിടക്കുന്നത്? എന്തായിരിക്കും അതിന്റെ കാര്യം? നമ്മൾ കൈ എന്ത് ചെയ്ത് വെച്ചിരിക്കുക? കൈ അബ്ഡക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ കൈ ആക്ച്വലി ഇങ്ങനെയാണോ ഇരിക്കേണ്ടത്? ഈ കൈ ഇങ്ങനെയാണോ ഇരിക്കേണ്ടത്? അല്ല. നമ്മൾ നോർമൽ അനാട്ടമിക്കൽ പൊസിഷനിൽ എങ്ങനെ വെക്കുന്നത്? ആം വിൽ ബി ക്ലോസ് ടു ദ ബോഡി, റൈറ്റ്? Okay, sir. Yes. Yes, sir. ആം ക്ലോസ് ടു ദ ബോഡി ആകുമ്പോൾ ഈ ആക്സിലർ റീജിയൻ മടങ്ങിയിരിക്കുമ്പോൾ താഴോട്ടിരിക്കുമ്പോൾ ആർട്ടറിയുടെ മീഡിയലായിരിക്കും വെയിൻ. ഇതിപ്പോൾ ആം ഇങ്ങനെ അബ്ഡക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഈ സുപ്പീരിയർ ഇൻഫീരിയർ പോലെ ഫീൽ ചെയ്യുന്നത്. Okay, sir. ഓക്കെ, മനസ്സിലായിട്ട് വിചാരിക്കുന്നു. ശരി. അപ്പോൾ നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താ? ആർട്ടറിയുടെ മീഡിയലാണ് വെയിൻ ഓൾവേസ്. ഇനി ശ്രദ്ധിച്ചിരുന്നോണം, നോട്ട് ചെയ്തോണം. ആർട്ടറിയുടെയും വെയിനിന്റെയും ഇടയിൽ 2 നെർവുകളുണ്ട്. 2 എണ്ണം. ആർട്ടറിയുടെയും വെയിനിന്റെയും ഇടയിൽ 2 നെർവുകളുണ്ട്, 2 ബ്രാഞ്ചസ്. അതിൽ ഒരു ബ്രാഞ്ച് മുമ്പ് കിടക്കും, ഒരു ബ്രാഞ്ച് പുറകെ കിടക്കും. 1 ബ്രാഞ്ച് ഇസ് ആന്റീരിയർ, 1 ബ്രാഞ്ച് ഇസ് പോസ്റ്റീരിയർ. ആ മുമ്പിലുള്ള ബ്രാഞ്ചാണ് ഈ കാണുന്നത്, പുറകിലുള്ള ബ്രാഞ്ചാണ് ഈ കാണുന്നത്. ബ്രാഞ്ച് കാണുന്നുണ്ടോ? ഇത് മുമ്പിലുള്ള ബ്രാഞ്ച്, ഇത് പുറകിലുള്ള ബ്രാഞ്ച്. ഇത് എവിടെ കിടക്കുന്നത്? ആർട്ടറിയുടെയും വെയിനിന്റെയും ഇടയിൽ. ആർട്ടറി വെയിനും തമ്മിലുള്ള റിലേഷൻ എന്താ? വെയിൻ ഈസ് ഓൾവേസ് മീഡിയൽ. അപ്പോൾ
ഈ ഈ രണ്ട് ബ്രാഞ്ചുകളും ആർട്ടറിയുടെ മീഡിയലായിരിക്കും, വെയിനിന്റെ ലാറ്ററലായിരിക്കും. സിമ്പിൾ ആസ് ദാറ്റ്. ആ രണ്ട് ബ്രാഞ്ചിൽ മുമ്പിൽ കിടക്കുന്ന ബ്രാഞ്ചാണ് മീഡിയൽ ക്യൂട്ടേനിയസ് നെർവ് ഓഫ് ഫോറാം. ആമല്ല, ഫോറാം. പുറകിൽ കിടക്കുന്ന കട്ടി കൂടിയ ബ്രാഞ്ചാണ് അൾനാർ നെർവ്. അപ്പൊ ഇവിടെ നമ്മൾ അൾനാർ നെർവിനെ കാണിച്ചപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ ഈ വെയിൻ ഇവിടെ ഉണ്ടായിരുന്നു. ഈ പടത്തിലെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ആ വെയിൻ ഇവിടെ റിമൂവ് ചെയ്തതാണ്. ആ വെയിൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ വെയിനിന്റെയും ആർട്ടറിയുടെ ഇടയിലായിരുന്നു ഈ രണ്ട് ബ്രാഞ്ചുകളും കിടക്കുക. ഏതൊക്കെയാണ്? മീഡിയൽ ക്യൂട്ടേനിയസ് നെർവ് ഓഫ് ഫോറാമും അൾനാർ നെർവും ഉണ്ടായിരിക്കുക. പറഞ്ഞു മനസ്സിലായോ? Yes, sir. യെസ്. അപ്പോൾ നിങ്ങൾ പ്രാക്ടിക്കൽ ഹോളിൽ ചെല്ലുന്നു. എന്തൊക്കെ ചെയ്യും? ആദ്യം നിങ്ങൾ ആക്സിൽ എടുത്ത് നോക്കുന്നു. ആക്സിലേറ്റ് നിങ്ങൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്നത് എന്താ? വാട്ട് ഇസ് ദ നെർവ് ക്രിയേറ്റിംഗ് എ മസിൽ? ആ നെർവാണ് മസ്കുലർ ക്യൂട്ടേനിയസ്. പ്രോക്സിമലായിട്ട് ട്രേസ് ചെയ്യുന്നു. ലാറ്ററൽ കോഡ് എത്തി. ലാറ്ററൽ കോഡിന്റെ അതർ ബ്രാഞ്ച് ലാറ്ററൽ റൂട്ട് ഓഫ് മീഡിയൻ നെർവ്. ഡിസ്റ്റലി ട്രേസ് ചെയ്യുന്നു. മീഡിയൻ നെർവ് എത്തി. അപ്പോൾ നമ്മൾ മീഡിയൻ നെർവിന്റെ ഫോർമേഷനിലോട്ട് തിരിച്ചു പോകുന്നു. ദെൻ യു ഐഡന്റിഫൈ ദ മീഡിയൽ റൂട്ട് ഓഫ് മീഡിയൻ നെർവ്. അത് അങ്ങനത്തെ ട്രേസ് ചെയ്ത് ബാക്കിലോട്ട് പോയാൽ യു വിൽ എൻഡ് അപ്പ് ഇൻ ദ മീഡിയൽ കോഡ്. മീഡിയൽ കോഡിനെ ഫർദർ ഡിസ്റ്റാർട്ട് ട്രേസ് ചെയ്താൽ വലിയൊരു ബ്രാഞ്ച് കാണാൻ പറ്റും. ദാറ്റ് ബ്രാഞ്ച് ഈസ് ലൈങ് ബിറ്റ്വീൻ ആർട്ടറി ആൻഡ് വെയിൻ. ആ ബ്രാഞ്ചാണ് അൾനാർ നെർവ്. ഇനി അൾനാർ നെർവിന് തൊട്ട് മുമ്പിലായിട്ട് ആർട്ടറിയുടെയും വെയിൻ്റെയും ഇടയിലായി തന്നെ യു വിൽ ഐഡന്റിഫൈ എ കമ്പാരിറ്റീവ്ലി സ്മോളർ ബ്രാഞ്ച്. ആ സ്മോളർ ബ്രാഞ്ചാണ് മീഡിയൽ ക്യൂട്ടേനിയസ് നെർവ് ഓഫ് ഫോറാം. ശരിയല്ലേ? Yes, sir. റൈറ്റ്. നൗ ദിസ് ഇസ് ദ വെയിൻ, റൈറ്റ്? വെയിനിന്റെ ലാറ്ററലായിട്ടാണ് നമ്മൾ രണ്ട് ബ്രാഞ്ച് കണ്ടത്. ഇപ്പൊ നോക്കി, യു ക്യാൻ ഐഡന്റിഫൈ എ ബ്രാഞ്ച് മീഡിയൽ ടു ദ വെയിൻ ഇറ്റ്സെൽഫ്. വെയിനിനും മീഡിയലായിട്ടൊരു ബ്രാഞ്ച് ഉണ്ട്. ആ ബ്രാഞ്ചും വരുന്നത് എവിടെ നിന്നാണ്? ഫ്രം ദ മീഡിയൽ കോഡ്. ഈ ബ്രാഞ്ചിന്റെ കാര്യമാണ് ഈ പറയുന്നത്, ദിസ് ബ്രാഞ്ച്. ദിസ് ഈസ് ദ മീഡിയൽ ക്യൂട്ടേനിയസ് നെർവ് ഓഫ് ആം. മീഡിയൽ ക്യൂട്ടേനിയസ് നെർവ് ഓഫ് ആം. അപ്പൊ മീഡിയൽ കോഡിന്റെ ഏതൊക്കെ ബ്രാഞ്ച് കണ്ടു? മീഡിയൽ റൂട്ട് ഓഫ് മീഡിയൻ കണ്ടു, അൾനാർ നെർവ് കണ്ടു, medial cutaneous nerve of forearm kandu, medial cutaneous nerve of arm kandu, and where is the last one? That is ഏതാ? പിന്നെ ലാസ്റ്റ് വൺ ഉള്ള 4 ബ്രാഞ്ച് പറഞ്ഞില്ലേ? What is the final one? Medial root of അത് നമ്മൾ പറഞ്ഞു. This was the medial root of median. മീഡിയൽ കോഡിന്റെ ബ്രാഞ്ചസ് പറഞ്ഞേ, 1 by 1. ഒരാൾ പറ. medial pectoral nerve, അതോടെ നിൽക്കട്ടെ. അടുത്തതാ medial cutaneous nerve of arm, എവിടെ നോക്കും? വേർ വിൽ ലുക്ക് ഫോർ ദ മീഡിയൽ ക്യൂട്ടേനിയസ് നെർവ് ഓഫ് ദ ആം? യു ലുക്ക് അറ്റ് ദ മീഡിയൽ സൈഡ് ഓഫ് ദ ആക്സിലറി വെയിൻ. side of axillary vein, അടുത്ത നെർവ് medial cutaneous nerve of forearm, മീഡിയൽ ക്യൂട്ടേനിയസ് നെർവ് ഓഫ് ഫോറാം. എവിടെ നോക്കും? ബിറ്റ്വീൻ ദ ആക്സിലറി വെയിൻ ആൻഡ് axillary vein and axillary artery. ആർട്ടറി ആന്റീരിയർലി. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പോസ്റ്ററിൽ ആരുണ്ട്? ആർട്ടറിയുടെ വെയിൻ്റെ ഇടയ്ക്ക് പുറകിലുള്ളതാണ് അൾനാർ നെർവ്. റൈറ്റ്. സോ വാട്ട് അബൌട്ട് ദ പെക്ടറൽ നെർവ്? പെക്ടറൽ നെർവ് ആണ് നമ്മളിവിടെ കാണുന്നത്. ക്യാൻ സീ ദ പെക്ടറൽ നെർവ് ഓവർ ഹിയർ. മീഡിയൽ പെക്ടറൽ നെർവ്. ഈ പെക്ടറൽ നെർവ് നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഈ നെർവും ഇതാണ് ലാറ്ററൽ പെക്ടറൽ നെർവ്. ഈ നെർവും തമ്മിൽ ഒരു ലൂപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇവിടെ കാണാൻ പറ്റും. കാണുന്നുണ്ടോ? ദിസ് ലൂപ്പ്. ആ ലൂപ്പ് എന്ന് പറയുന്നത് സെക്കൻഡ് പാർട്ട് ഓഫ് ആക്സിലറി ആർട്ടറിയുടെ മുമ്പിലാണ് ഉള്ളത്. ആ ലൂപ്പ് ഇത് നിങ്ങൾക്ക് ഇതൊക്കെ എവിടെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, യു ഗോ ബാക്ക് ടു ദ ചാപ്റ്റർ ഓഫ് ആക്സില. ആക്സിലയുടെ കണ്ടൻസ് ഓഫ് ആക്സില എടുക്കുക. ബുക്ക് വരില്ലേ? കണ്ടൻസ് അല്ല, സോറി, ഫർദർ ഡീറ്റെയിൽസ് എന്നുള്ള ഇതെടുക്കുക. എടുത്ത് കഴിയുമ്പോൾ ഒന്ന് പറയണേ. അതിൽ നോക്കിയാൽ മനസ്സിലാവും. ഫിഗർ 4.6 ആണ് ഞാൻ പറയുന്നത്. ഫിഗർ 4.6 റിലേഷൻസ് ഓഫ് ദ ആക്സിലറി ആർട്ടറി. കാണുന്നുണ്ടോ? Yes, sir. അതിൽ എ നോക്കി, ആക്സിലറി ആർട്ടറിയുടെ മുൻപിലായിട്ട് there is a loop of communication between medial and lateral pectoral nerves. കണ്ടോ? ഓക്കെ.
ഇനി സി നോക്കുക. അപ്പോൾ ഇത് നിങ്ങളുടെ ബുക്കിലെ ഫസ്റ്റ് പാർട്ടിന് ചുറ്റും എന്നാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, വി ക്യാൻ കൺസിഡർ ഫസ്റ്റ് പാർട്ട് ഇറ്റ്സെൽഫ്. സെക്കൻഡ് പാർട്ടിന്റെ മുമ്പിലാണെന്ന് വിചാരിക്കേണ്ട. ഫസ്റ്റ് പാർട്ടിന് മുമ്പിൽ തന്നെയാണ് ലൂപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉള്ളത്. ആ ലൂപ്പ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ മീഡിയൽ സൈഡിൽ നിന്നുള്ള ബ്രാഞ്ചാണ് മീഡിയൽ പെക്ട്രൽ, ലാറ്ററൽ സൈഡിൽ നിന്നുള്ള ബ്രാഞ്ചാണ് ലാറ്ററൽ പെക്ട്രൽ നെർവ്. ശരിയല്ലേ? അപ്പോൾ ഇതെല്ലാം നമുക്കൊരു ലാൻഡ് മാർക്ക് വെച്ചുകൊണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ചുമ്മാ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. യു വിൽ സി എ ബഞ്ച് ഓഫ് നെർവ്സ്. അതിനകത്ത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ പോയിന്റ്സ് ഉണ്ടാവണം, എന്നാലേ കൃത്യമായിട്ട് പറയാൻ പറ്റും. അതിനാണ് ഇത്ര സ്ട്രെസ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹലോ? Yes, sir. Absolutely. യെസ്, ഓക്കെ, റൈറ്റ്. Okay. Now, you can see a nerve passing from this is the medial root, medial cutaneous nerve of arm. The medial cutaneous nerve of arm il ninnu oru nerve thande passing medially towards the chest wall. ഈ റീജിയൻ തന്നെ ചെസ്റ്റ് വോൾ ആണ്, തൊറാക്സ് ആണ് ഈ കാണുന്നത്. തൊറാക്സിന്റെ അകത്തോട്ട് പോവാണ്. Actually, this area is actually the second intercostal space. സെക്കൻഡ് ഇന്റർകോസ്റ്റൽ സ്പേസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റിബിന് താഴെയുള്ള സ്പേസ് എന്നാണ് അർത്ഥം. സെക്കൻഡ് ഇന്റർകോസ്റ്റൽ സ്പേസ്. ഈ സെക്കൻഡ് ഇന്റർകോസ്റ്റൽ സ്പേസിലേക്ക് മീഡിയൽ ക്യൂട്ടേനിയസ് നെർവ് ഓഫ് ആമിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ, ഈ കമ്മ്യൂണിക്കേഷൻ ഇതിനെ വിളിക്കുന്ന പേരാണ് ഇന്റർകോസ്റ്റോ ബ്രേക്കിയൽ നെർവ്. ഇന്റർകോസ്റ്റോ ബ്രേക്കിയൽ നെർവ്. ഇന്റർകോസ്റ്റൽ സ്പേസിൽ നിന്ന് ബ്രേക്കിയൽ നെർവിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ. റൈറ്റ്. This is the identification, another identification point for medial cutaneous nerve of arm. ഇപ്പോൾ രണ്ട് രീതിയിൽ ഐഡന്റിഫൈ ചെയ്യാം. ഒന്ന്, വെയിനിന്റെ മീഡിയൽ ആയിരിക്കണം. രണ്ട്, ഇന്റർകോസ്റ്റോ ബ്രേക്കിയൽ നെർവ് വന്ന് ജോയിൻ ചെയ്തിരിക്കണം. ഇത് രണ്ട് സാറ്റിസ്ഫൈ ചെയ്താലേ ഈ നെർവിനെ എന്ത് വിളിക്കാൻ പറ്റൂ? മീഡിയൽ ക്യൂട്ടേനിയസ് നെർവ് ഓഫ് ദ ആം. പറഞ്ഞത് ക്ലിയർ ആണോ? Yes, sir. Yes. Now we have the other branches. അപ്പോൾ ലാറ്ററൽ റൂട്ട് തന്നെ ആദ്യം നോക്കിയേക്കാം. ലാറ്ററൽ റൂട്ടിൽ നിന്നുള്ള ഏതൊക്കെ ബ്രാഞ്ചുകൾ? ലാറ്ററൽ റൂട്ടല്ല, ലാറ്ററൽ കോഡിൽ നിന്നുള്ള ബ്രാഞ്ചുകൾ ഏതൊക്കെ? ലാറ്ററൽ പെക്ടറൽ, മസ്കുലർ ക്യൂട്ടേനിയസ് ആൻഡ് ലാറ്ററൽ റൂട്ട് ഓഫ് മീഡിയൻ നെർവ്. അതിൽ നമ്മൾ മസ്കുലർ ക്യൂട്ടേനിയസും കണ്ടു, ലാറ്ററൽ റൂട്ട് ഓഫ് മീഡിയനും കണ്ടു. We have identified the lateral pectoral nerve also. ലാറ്ററൽ പെക്ടറൽ നെർവ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്ത്? ഈ ലൂപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ലാറ്ററൽ സൈഡിൽ ഉള്ള നെർവാണ്. ലാറ്ററൽ സൈഡിൽ നിന്നുള്ള ലാറ്ററൽ കോഡിൽ നിന്ന് വരുന്ന നെർവാണ് ലാറ്ററൽ പെക്ടറൽ നെർവ്. 3 ബ്രാഞ്ച് ഐഡന്റിഫൈ ചെയ്യാനാണ്. മനസ്സിലായോ? Yes, sir. Yes. Now you go back to the medial cord. Medial cord in the branches ഏതൊക്കെയാണ്? You have medial root of median nerve. അത് നിങ്ങൾ മീഡിയൻ നെർവ് കണ്ട പുറകോട്ട് ട്രേസ് ചെയ്തോണം. Then you have ulnar nerve and medial cutaneous nerve of forearm, which is lying between artery and vein. Cutaneous nerve of forearm on anterior, ulnar nerve is posterior. Now you have the medial cutaneous nerve of arm, which is lying medial to the axillary vein. And finally, the medial pectoral nerve. അതങ്ങനെ ഐഡന്റിഫൈ ചെയ്തു. ഈ കാണുന്ന ലൂപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷന്റെ മീഡിയൽ സൈഡിൽ നിന്ന് പോകുന്ന ബ്രാഞ്ചാണ്, മീഡിയൽ സൈഡിൽ നിന്ന് പോകുന്ന ബ്രാഞ്ചല്ല, മീഡിയൽ സൈഡിലുള്ള ബ്രാഞ്ചാണ് medial pectoral nerve. മനസ്സിലായോ? Yes, sir. Yes. Now come to the posterior cord. This is a little bit tricky. Tricky എന്ന് പറയാൻ കാര്യം, posterior cord നിങ്ങൾ ഈ പടത്തിൽ കാണുന്നില്ല. കാരണം എന്താ? posterior cord is lying posterior to the second part of axillary artery. അപ്പോൾ ഈ ആർട്ടറി ഇവിടുന്ന് പോയാലേ എന്ത് കാണാൻ പറ്റത്തുള്ളൂ? posterior cord കാണാൻ പറ്റും. അപ്പോൾ പോസ്റ്റർ കോഡ് കാണാൻ പറ്റിയില്ലെങ്കിലും പോസ്റ്റർ കോഡിൽ നിന്നുള്ള ബ്രാഞ്ചസ് ഈ പല വഴിക്ക് പോകുന്നതൊക്കെ കുറച്ചൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ സബ്സ്കാപ്പുലാർ എന്നുള്ള വാക്കുകൊണ്ട് നിങ്ങൾ എന്തോ മനസ്സിലാക്കുന്നത്? സബ്സ്കാപ്പുലാരിസ് മസിലിനെ സപ്ലൈ ചെയ്യുന്നതാണ് സബ്സ്കാപ്പുലാർ നെർവ്സ്. സബ്സ്കാപ്പുലാരിസ് മസിൽ ഇവിടെ ആയിരുന്നു, സ്കാപ്പുലയുടെ മുമ്പിലുള്ള മസിലാണ് സബ്സ്കാപ്പുലാരിസ്. ഓർക്കുന്നുണ്ടോ? Yes, sir. യെസ്. ആ സ്കാപ്പുലയുടെ മുമ്പിലുള്ള മസിലാണ് ഈ കാണുന്ന മസിൽ. ഇവിടെ കാണുന്ന മസിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്? സബ്സ്കാപ്പുലാർ മസിലാണ്. സബ്സ്കാപ്പുലാർ മസിലിലേക്ക് കയറുന്ന, താഴെ കൂടെ കയറുന്ന ഈ നെർവ്, താഴോട്ട് വന്ന് കയറുന്ന ഈ നെർവ് ആക്ച്വലി എന്തായിരിക്കും? ദാറ്റ് വിൽ ബി ലോവർ സബ്സ്കാപ്പുലാർ നെർവ്. ലോവർ സബ്സ്കാപ്പുലാർ നെർവ്, റൈറ്റ്?
sorry, one second. That is upper body. Okay, yes. My mistake. You can see two nerves over one over here and one over here. ഇവിടെ ഒരു നെർവുണ്ട്, ഇവിടെ ഒരു നെർവുണ്ട്. ഈ നെർവും സപ്ലൈ ചെയ്യുന്നത് സബ്സ്കാപ്പുലാരിസ് മസിൽ തന്നെയാണ്. ദിസ് ഈസ് ദ അപ്പർ വൺ, ദിസ് ഈസ് ദ ലോവർ വൺ. അപ്പർ സബ്സ്കാപ്പുലർ നെർവ് ആൻഡ് ലോവർ സബ്സ്കാപ്പുലർ നെർവ്. ഇതൊന്നും നമുക്ക് ഒറിജിനലോട്ട് ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താ? അവിടെ ആർട്ടറി കിടപ്പുണ്ട്. ആർട്ടറി മാറിയാലേ ആരെ കാണാൻ പറ്റൂ? പോസ്റ്റർ കോഡ് കാണാൻ പറ്റൂ. പോസ്റ്റർ കോഡ് കണ്ടാലേ പോസ്റ്റർ കോഡിന്റെ ബ്രാഞ്ചിന്റെ ഒറിജിൻ കാണാൻ പറ്റും. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ഒറിജിൻ കാണത്തില്ല, നമ്മുടെ ബ്രാഞ്ചസ് മാത്രം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ദിസ് ഈസ് ലോവർ സബ്സ്കാപ്പുലർ, ദിസ് ഈസ് അപ്പർ സബ്സ്കാപ്പുലർ. ഇനി തേർഡ് പാർട്ട് ഓഫ് ആക്സിലറി ആർട്ടറിയുടെ ഏറ്റവും വൺ ഓഫ് ദി ലാർജസ്റ്റ് ബ്രാഞ്ച് ആണ് തൊറക്കോഡോഴ്സൽ ആർട്ടറി ഓർ സബ്സ്കാപ്പുലാർ ആർട്ടറി. തൊറക്കോഡോഴ്സൽ അല്ല, സബ്സ്കാപ്പുലാർ ആർട്ടറി. സബ്സ്കാപ്പുലാർ ആർട്ടറിയുടെ കൂടെ പോകുന്ന നെർവ്, ഇവിടെ നെർവുണ്ട്, ആർട്ടറിയുടെ കൂടെ നെർവ് പാസ് ചെയ്യുന്നുണ്ട്. ആ നെർവാണ് തൊറക്കോഡോഴ്സൽ നെർവ്. തൊറക്കോഡോഴ്സൽ റൂട്ട് വാല്യൂ എന്തായിരുന്നു? C6, C7 ആൻഡ് C8. C6, C7 ആൻഡ് C8. ഇനി യു ഹാവ് ടു മോർ ലാർജ് ബ്രാഞ്ചസ് റിമൈനിങ്. ഏതൊക്കെയാണ്? റേഡിയൽ നെർവും ആക്സിലറി നെർവും. ആക്സിലറി നെർവാണ് നമ്മൾ ഇവിടെ കാണുക, ഇവിടെ. അത് എന്തുകൊണ്ട് ആക്സിലറി നെർവ് പറഞ്ഞു എന്നുള്ളത് പിന്നീട് നമ്മൾ പഠിക്കും. ഫോർ ടൈം ബീങ് ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ്, പോസ്റ്റീരിയർ സർക്കംഫ്ലെക്സ് ഹ്യൂമറൽ ആർട്ടറിയുടെ കൂടെ പോകുന്ന നെർവാണ് ആക്സിലറി നെർവ്. കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മൾ നെർവായിട്ട് തന്നെ പറയും. നെർവായിട്ട് പറയുമ്പോൾ യു വിൽ സീ ദ കോഴ്സ് ഓഫ് ദ നെർവ്. റേഡിയൽ നെർവ് ഈ പടത്തിൽ ഒന്നും കാണുന്നില്ല, കാരണം അത് എൻറ്റയർലി ലൈൻ ഓൺ ദ പോസ്റ്റീരിയർ ആസ്പെക്ട് ഓഫ് ദ ആക്സിലറി ആർട്ടറി. ആക്സിലറി ആർട്ടറി പോയി കഴിഞ്ഞാൽ മാത്രമേ നെർവ് നമുക്ക് പുറകിലുള്ളത് കാണാൻ പറ്റും. സോ വി ഹാവ് സീൻ ദ അപ്പർ സബ്സ്കാപ്പുലർ, ലോവർ സബ്സ്കാപ്പുലർ, തൊറക്കോഡോഴ്സൽ, ആക്സിലറി നെർവ് ആൻഡ് വി ഹാവ് സീൻ അബൌട്ട് ദ റേഡിയൽ നെർവ്. ഓരോന്നിനും പോയിന്റുകളുണ്ട്. തൊറക്കോഡോഴ്സൽ നെർവ് ഞാൻ ഐഡന്റിഫൈ ചെയ്തു. സബ്സ്കാപ്പുലർ ആർട്ടറിയോട് ചേർന്ന് പോകുന്ന നെർവാണ് തൊറക്കോഡോഴ്സൽ നെർവ്. ക്ലാരിറ്റി ആയോ? Yes, sir. യെസ്. ആൻഡ് ലാസ്റ്റ് വൺ ഫൈനൽ നെർവ്. ആ ഫൈനൽ നെർവാണ് this is the final. This nerve is the final. നെർവിനെ കണ്ടോ? താഴോട്ട് പോവാണ്. എവിടെ കൂടെയാണ് താഴോട്ട് പോകുന്നത്? ജസ്റ്റ് ക്ലോസ് ടു ദ തൊറാസിക് വോൾ. തൊറാസിക് വോളിന്റെ സൈഡിൽ കൂടെ, ചെസ്റ്റ് വോളിന്റെ സൈഡിൽ കൂടെ താഴോട്ട് ഡിസെൻഡ് ചെയ്ത് പോകുന്ന നെർവിനെ കണ്ടോ? Yes, sir. ആ നെർവാണ് ലോങ് തൊറാസിക് നെർവ് ഓർ നെർവ് ടു സെറേറ്റസ് ആന്റീരിയർ. ലോങ് തൊറാസിക് നെർവ് അല്ലെങ്കിൽ നെർവ് ടു സെറേറ്റസ് ആന്റീരിയർ. ഇത്രയും പറഞ്ഞ പോയിന്റ്സ് ക്ലിയർ ആണോ? Yes, sir. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിന്റെ കൂട്ടത്തിൽ രണ്ട് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഉണ്ട്, എർബ്സ് പാരാലിസിസ് ആൻഡ് ക്ലംകീസ് പാരാലിസിസ്. നിങ്ങൾ അതിനകത്ത് അഫക്റ്റഡ് ആവുന്ന സെഗ്മെന്റുകൾ മാത്രം നോക്കി വെക്കുക. അതിന്റെ എഫക്റ്റ് നിങ്ങൾ ഇപ്പം നോക്കിയാൽ മനസ്സിലാവില്ല. നമ്മൾ കുറച്ചുകൂടെ അപ്പർ ലിംബൊക്കെ ഫോറാമും ആമും ഒക്കെ ആയി കഴിഞ്ഞിട്ട് ഒന്നുകൂടെ നമ്മൾ പറയും. ആ സമയത്ത് യു ഷുഡ് ബി ഏബിൾ ടു പിക്കപ്പ്. അതായത് ഇന്ന സെഗ്മെന്റ് എഫക്റ്റ് ആയാൽ ഇന്ന എഫക്റ്റ് ഉണ്ടാവും എന്നുള്ളത് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല, കാരണം നിങ്ങൾക്ക് ഫോറാമും ആമും അറിയാത്തതുകൊണ്ട്, ഹാൻഡും അറിയാത്തതുകൊണ്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ വിൽ കം ബാക്ക് ടു ദിസ് പാരാലിസിസ് അഗെയിൻ. ആ സമയത്ത് ഞാൻ പറയാൻ വിട്ടുപോയാൽ എന്നെ ഓർപ്പിക്കണം. എർബ്സ് പാരാലിസിസ് ആൻഡ് ക്ലംകീസ് പാരാലിസിസ്. നിങ്ങളിപ്പോൾ നോക്കേണ്ടത് എന്താ? എവിടെയാണ് ഇഞ്ചുറി ഉണ്ടാവുന്നത്, എങ്ങനെയാണ് ഇഞ്ചുറി ഉണ്ടാവുന്നത്, രണ്ട് പോയിന്റ് മാത്രം നോക്കിയാൽ മതി. എഫക്ട്സിനെ പറ്റി തൽക്കാലം ബോധർ ചെയ്യണ്ട. ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയാം. എർബ്സ് പാരാലിസിസും ക്ലംകീസ് പാരാലിസിസും. വാക്ക് നിങ്ങൾക്ക് പരിചയം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ബുക്ക് നോക്കിയാൽ മതി. അതായത് നിങ്ങളുടെ ബുക്കിൽ എം ഓഫ് ബ്രേക്ക് പ്ലെക്സസ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള പോർഷനിൽ ക്ലിനിക്കൽ ആസ്പെക്റ്റിനകത്താണ് എർബ്സ് പാരാലിസിസും ക്ലംകീസ് പാരാലിസിസും കൊടുത്തിട്ടുണ്ട്. അത് ഇൻഡിവിജ്വലി ചോദിക്കുന്ന ചോദ്യമാണ്. ഞാൻ പറഞ്ഞത് ഇപ്പം നിങ്ങൾ നോക്കേണ്ടത് എവിടെയാണ് ഇഞ്ചുറി സംഭവിക്കുന്നത്, ഒന്ന്. രണ്ട്, എന്തുകൊണ്ടാണ് ഇഞ്ചുറി സംഭവിക്കുന്നത്? കൈ ഹൈപ്പർ അഡ്വക്ഷൻ ആണോ, ഹൈറ്റിൽ നിന്ന് വീഴുമ്പോഴാണോ? ആ ഒരു ആസ്പെക്ട് മാത്രം നോക്കി വെക്കുക.
അതിൻ്റെ എഫക്റ്റ് നമ്മൾ നോക്കുന്നത് ആം, ഫോർ ആം, ഹാൻഡ് കഴിയുമ്പോൾ യു വിൽ സി. ആ സമയത്ത് ഞാൻ പറയാൻ വിട്ടുപോയാൽ എന്നെ ഓർപ്പിക്കണം എന്നാണ് പറഞ്ഞത്. ക്ലിയർ ആണോ? Yes, sir. Yes, sir. യെസ്. ബ്രേക്കിയൽ പ്ലക്സസ് ഒരു എസ്എ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇൻ ആൻഡ് ഔട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഞാൻ ഈ പറഞ്ഞല്ലോ 5 നെർവുകൾ നമ്മൾ ഇനി പഠിക്കും. അപ്പർ ലിംബ് തീരുന്നതിന് മുമ്പ് 5 നെർവ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കും. ബാക്കിയുള്ള 12 എണ്ണം ഞാൻ ഈ പറഞ്ഞ പോയിന്റുകൾ വെച്ചുകൊണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു 1-2 പോയിന്റുകൾ എഴുതാൻ അറിഞ്ഞിരിക്കണം ഓരോ നെർവിനെ പറ്റി. ഓക്കെ ആണോ? Yes, sir. Okay, so that we will stop for today. ബാക്കിയുള്ളവർ So, Ah. medium cutaneous nerve of arm, but